കുതിരപ്പുറത്ത് മോഹൻലാൽ അതിഥിയായിട്ടിരിക്കുന്നത് ഷൈനി സാറയാണ്. സത്യത്തിലുണ്ടല്ലോ ഒരു ഇന്റർവ്യൂവിലും പറയാത്തൊരു കാര്യം ബിന്ദുവിനോട് പറയുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടിരുന്ന സമയത്തുള്ള ഓർമ്മകളാണ് എനിക്ക്. ഞാനൊരു ആക്ടർ എന്നുള്ള നിലയ്ക്കുള്ളതിനേക്കാളും എനിക്ക് ഭയങ്കര ഫോണ്ട് മെമ്മറീസ് എന്ന് പറയുന്നത് അതാണ്. ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഒക്കെ ഇത് പോയിന്റിലായിരുന്നു തോന്നി തുടങ്ങിയത്. അങ്ങനെ നമ്മളിനി അടുത്ത് ചോദിച്ചാൽ ആരാന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ അസോസിയേറ്റ് ആയിരുന്ന മേലിലെ രാജശേഖരാണ് ഷൈനിക്ക് ചെയ്താൽ എന്താ, ഷൈനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പൊ നമ്മള് നോക്കണോ? സ്ക്രീനിലൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി പിന്നെ എങ്ങനെയാ ഈ സിനിമയുടെ പിന്നണിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ആക്ടിങ്ങിന്റെ കാര്യത്തിലും എനർജിയുടെ കാര്യത്തിലും ഫഹദിനെ കഴിഞ്ഞുള്ളൂ, ബാക്കി ആരും എന്ന് ഞാൻ പറയും. എൻ്റെ പ്രിയപ്പെട്ട ആ ന്യൂ ഇതിലുള്ള വേവിലുള്ള ആക്ടേഴ്സിൽ ഏറ്റവും പ്രിയപ്പെട്ട ആള് ഫഹദാണ്. മണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട് വന്നപ്പോൾ ജര സാർ വിളിച്ചിട്ട് സാറ് ഈ പാട്ട് കാണാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ഇവിടെ ജനിച്ചതുകൊണ്ട് ഓസ്കാർ കിട്ടാത്തത് അത് ഞാൻ ഇപ്പോഴും പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ പറഞ്ഞിട്ട് ബ്രഹ്മയുഗം ഓസ്കാർ ആ വേദി. അന്നത്തെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ സുരേഷ് ചേട്ടനും മഞ്ജു ചേച്ചി ഡബ് ചെയ്യുന്നത്? എനിക്ക് മഞ്ജു ചേച്ചി അന്ന് ഭയങ്കര മെച്യൂർ ആയിട്ടുള്ളൊരു കഥാപാത്രം. ചെറിയ കുട്ടിയാണ്. ആ മൂലയില് റെഡ് ചുരിദാർ ഇട്ടിട്ട് കറുത്ത ഷോൾട്ട് നിൽക്കില്ലേ, അതാണ് ഞാൻ. സെല്ലുലോഡ് പോഡ്കാസ്റ്റിൽ ഇന്ന് അതിഥിയായിട്ടിരിക്കുന്നത് ഷൈനി സാറയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ, അങ്ങനെ പോണു. 2026 ആയിട്ട് ഒരു പടം ചെയ്തു. ആരംഭം എന്നാണ് പടത്തിന്റെ പേര്. സുജേഷ് ആനി ഈപ്പനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 ദിവസം വർക്ക് ചെയ്തു, ഇനി 1 ദിവസത്തെ വർക്ക് ബാക്കിയുണ്ട്. 97 ജയരാജ് സാറുടെ അസിസ്റ്റന്റ് ആയിട്ട് കളിയാട്ടം എന്ന സിനിമയിലൂടെയാണ് ചേച്ചി എത്തിയത്. ഇത് പലർക്കും അറിയുമെന്ന് പോലും അറിയത്തില്ല. കാരണം ചേച്ചിയുടെ മുഖം മഹേഷിന്റെ പ്രതികാരത്തിലെ ആ അമ്മ സൗമ്യയുടെ മമ്മി, ഈ ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയുന്നത്. ശരിക്കും ചേച്ചിയുടെ ഈ ഒരു സിനിമ ജേണി ഒരു സിനിമ പോലെ പറയുവാണെങ്കിൽ എങ്ങനെ പറയുക? സിനിമ പോലെ പറയുവാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ഒരു മൂവി ബഫായിരുന്നു, വളരെ ചെറുപ്പത്തിലെ. എന്നുവെച്ചാൽ എൻ്റെയൊക്കെ തുടക്കത്തിൽ ഞങ്ങളുടെ അവിടെ നിയർ ബൈ ഒരു ടോക്കീസ് ആണുള്ളത്. അവിടെ എൻ്റെ ഓർമ്മയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളൊക്കെയാണ് കേട്ടോ അന്ന്. പൊന്നാനി മാറഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മലപ്പുറം ജില്ലയിൽ. അപ്പോൾ തൊട്ടടുത്തൊരു ജിഷാർ ടോക്കീസ് ഉണ്ട്, അവിടെയായിരുന്നു ജീവിതം. പിന്നെ ഞാൻ പഠിക്കാനായിട്ട് എന്നെ ഒരു 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ്റെ നാട്ടിലേക്ക് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ വെക്കേഷൻ വരും, പക്ഷേ ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, അങ്ങനെ അപ്പോഴൊക്കെ തിയേറ്ററിലാണ് ലൈഫ്. അങ്ങനെ സിനിമകൾ കണ്ട് തലക്കടിച്ചിട്ടുണ്ട്. അന്നേ എനിക്ക് സിനിമ ഭ്രാന്തുണ്ട്. പക്ഷെ അഭിനയത്തിലേക്ക് വരാൻ ഒരുപാട് വൈകി, വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹം പറയുമ്പോൾ അതിനെ തല്ലിക്കെടുത്തുന്ന അന്നത്തെ കാലത്ത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുക, ജോലിക്ക് പോലും വിടണം എന്നില്ല വീട്ടുകാർക്ക്, കല്യാണം കഴിപ്പിച്ചു വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു സാധാരണ അച്ഛനും അമ്മയും തന്നെയായിരുന്നു എൻ്റെ. പിന്നെ മാറഞ്ചേരി പേരിൽ ഒരു സ്ഥലത്ത് 14-15 വയസ്സാകുമ്പോഴത്തേക്കും പിള്ളേർ കല്യാണം കഴിച്ചു പോകും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ എല്ലാം കല്യാണം കഴിഞ്ഞിട്ടും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മുസ്ലിംസ് ആയിരുന്നു. അതെ. ഞങ്ങൾ മാത്രമായിരുന്നു ഒരു ക്രിസ്ത്യൻസ് അവിടെ വന്ന് താമസിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ പക്ഷെ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ മാതിരി മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ഒന്നും അറിയില്ലല്ലോ. മതം എന്ന് പറയുന്നത് എന്താന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അവരുടെ കൂടെ കളിച്ചിങ്ങനെ വളർന്ന് ഭയങ്കര രസമുള്ളൊരു ബാല്യമായിരുന്നു എൻ്റെ. എനിക്ക് പ്രത്യേകിച്ച് ആ ഭാഷയുണ്ടല്ലോ, പൊന്നാനി ഭാഷ. എന്താണ്ട് ഇജ്ജി ഇങ്ങനെ ഇരിക്കണ്, എൻ്റെ അവിടെ നിന്ന് എന്തേന്, അങ്ങനെയൊക്കെ ചോദിക്കണ ഒരു മോന്തിയായി, പെരയിൽക്കാര വരുന്നു. അപ്പൊ ആ ഒരു സ്ലാങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും എനിക്കത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എനിക്ക് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ അതിലേക്ക് വീഴും, തിരിച്ച് അങ്ങനെ തന്നെ സംസാരിക്കും ഞാൻ. അങ്ങനെ ഭയങ്കര പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് എൻ്റെ മാറഞ്ചേരി എന്ന് പറയുന്നത്. അങ്ങനെ അവിടുന്ന് എങ്ങനെ സിനിമയിൽ എത്തിയെന്ന് വെച്ചാൽ അതൊരു അത്ഭുതം പോലെ സംഭവിച്ചതാന്ന് തന്നെ പറയണം.
സത്യത്തിലുണ്ടല്ലോ ഒരു ഇന്റർവ്യൂവിലും പറയാത്തൊരു കാര്യം ബിന്ദുവിനോട് പറയുന്നത്. ഞാൻ റീഡിയിലേക്ക് സെന്റ് മേരീസിലാണ് പഠിച്ചത്. അപ്പോൾ തൃശ്ശൂര്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ടൂർ കൊണ്ടുപോകല്ലോ നമ്മളെ കൊല്ലത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൊടൈക്കനാലാണ്. അപ്പോൾ ഞാനൊരു ഭീകര മോഹൻലാൽ ഭ്രാന്തിയായിരുന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും കാണും. അങ്ങനെ തലേദിവസം ഈ ടൂറിന്റെ പാക്കേജിന്റെ ഒരു ഭാഗമായിരുന്നു സിനിമ. തലേദിവസം ഞങ്ങൾ പാലക്കാട് നിന്ന് താളവട്ടം എന്ന് പറഞ്ഞ സിനിമയാണ് കാണിച്ചത്. അതില് മോഹൻലാൽ മരിക്കുകയാണ് ലാസ്റ്റ്. അതോടുകൂടി ടൂറിന്റെ എല്ലാ ഇതും പോയി. വിഷമിച്ച് ഞങ്ങൾ 5-6 മോഹൻലാൽ ഫാൻസ് ഏറ്റവും ബാക്കിലെ സീറ്റിൽ പോയിട്ട് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്, വരണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കൊടൈക്കനാൽ ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ഒരു മൈതാനം പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തിയിട്ട് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നപ്പോണ്ട് കുതിരപ്പുറത്ത് മോഹൻലാൽ ഇങ്ങനെ വരികയാണ്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വണ്ടി നിർത്ത് പറഞ്ഞിട്ട്. അപ്പൊ സിസ്റ്റേഴ്സ് ആരോ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതിലൊക്കെ ചാടി മൈതാനത്തേക്ക് ഓടി ചെന്നു. അപ്പൊ എൻ്റെ കയ്യിൽ അന്നത്തെ ഒരു ഓട്ടോ ഫോക്കസ് ക്യാമറ ഉണ്ട് മിനോളുടെ, അതുകൊണ്ടാണ് ഞാൻ ഓടിയത്. എന്നിട്ട് ഞാൻ ചെല്ലുമ്പോൾ മോഹൻലാൽ ഇങ്ങനെ കുതിരപ്പുറത്ത് വന്ന് അവിടെ നിൽക്കണം. അപ്പോഴത്തേക്കും ആൾക്കാർ ആരൊക്കെ വന്നു കേട്ടോ, സെക്യൂരിറ്റി ഒക്കെ ആയിരിക്കും, നമുക്കന്ന് അതൊന്നും അറിയില്ലല്ലോ. ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പൊ ലാലിട്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ആ ഡ്രസ്സാണ് ഒരു ജാക്കറ്റ് ഒക്കെയാണ് എൻ്റെ ഓർമ്മയില്, ഒരു ജുബ്ബ പോലെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു ഹാഫ് കോട്ട് പോലത്തെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ ഫോട്ടോ എടുത്തോട്ടെ പിന്നെന്താന്ന് പറഞ്ഞ് കുറെ ഫോട്ടോ എടുത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കൊടൈക്കനാല് കറങ്ങുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു സിസ്റ്റേഴ്സ് ഷൂട്ട് കാണണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് സിസ്റ്റർ ഇറക്കി. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷൂട്ട് കാണുന്നതും സിനിമാ താരങ്ങളെ കാണുന്നത്. അതും നമ്മൾ തലേദിവസം മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഡിപ്രഷൻ അടിച്ചിരുന്ന സാക്ഷാൽ മോഹൻലാൽ മുമ്പിൽ വന്ന് നിൽക്കണം. അപ്പൊ അതിന്റെ ഒരു ത്രില്ലും. അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോൾ ആരോ ഒരാൾ അസിസ്റ്റൻസോ ആരെങ്കിലും ആവാം കേട്ടോ, നമുക്കന്ന് അറിയില്ലല്ലോ, സിനിമയുടെ ടെക്നിക്കൽ ഇതൊന്നും അറിയില്ല. വന്ന് പറയണു നിങ്ങൾ കുറച്ച് പേര് ഒരു സീനിൽ നിൽക്കുമോ, മാസ്റ്റർക്ക് ഒരു ഫോട്ടോഗ്രാഫറായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ മാസ്റ്റർക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കും. അപ്പോൾ എത്ര രൂപയാണെന്ന് ചോദിക്കണം. അപ്പോൾ ഡയലോഗ് പറയാൻ എനിക്കാണ്, ഞാൻ ഈ ജിൽ നിൽക്കുന്നതുകൊണ്ട് അവരെന്നെ നോട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ 20 രൂപ എൻ്റെ തന്നിട്ട് പറഞ്ഞു 10 രൂപ അഡ്വാൻസ് കൊടുക്കുക, എന്നിട്ട് 10 രൂപ പിന്നെ തരാമെന്ന് പറയണം. അങ്ങനെ ഡയലോഗ് പഠിപ്പിച്ച് അങ്ങനെ അത് ഷൂട്ട് ചെയ്ത് സിസ്റ്ററിൻ്റെ പെർമിഷനൊക്കെ എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ആരാ ഡയറക്ടർ? ജോഷി സാർ. അന്ന് നമുക്ക് അതിന്റെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഒന്നും അറിയില്ല. നമ്മൾ സിനിമകളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇപ്പോഴല്ലേ ജോഷി സാർ എന്ന് പറയുന്ന ഒരു ലെജൻഡിന്റെ മുമ്പിലാണ് ആദ്യമായിട്ട് നിന്നിരിക്കുന്നത്. ക്യാമറ ചെയ്തത് ജയാനൻ വിൻസെന്റ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്, വിൻസെന്റ് മാഷമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള. ഡയലോഗ് എന്തായിരുന്നു? ഇത് തന്നെ, ഫോട്ടോ എടുക്കാൻ മാസ്റ്റർക്ക് വരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നു എത്ര രൂപയാ ഫോട്ടോയ്ക്ക്? 20 രൂപ. 10 രൂപ ഇപ്പൊ തരണം. അപ്പൊ ഞാൻ 10 രൂപ കൊടുക്കുന്നു. 10 രൂപ പ്രിന്റ് തരുമ്പോ തന്നാൽ മതി, നിങ്ങൾ ഇവിടേക്ക് ഒന്ന് കറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞു വാ, അപ്പൊ ഞാൻ ഫോട്ടോ തരാം എന്ന് അദ്ദേഹം എന്നോട് പറയണം. ആ സീൻ ഇപ്പോഴും ഉണ്ട്, കട്ട് ചെയ്ത് പോയിട്ടൊന്നുമില്ല. പക്ഷെ ആ പടം ഹോട്ട്സ്റ്റാറിലും ഉണ്ട്, പ്രൈമിലും ഉണ്ട്. അതൊന്നും എടുത്ത് കണ്ടു നോക്കിയാൽ പടം റിലീസാകുമ്പോ പിന്നെ നമുക്ക് ഭയങ്കര ത്രില്ലല്ല. അപ്പം കോളേജിൽ നിന്ന് എല്ലാവരും കൂടി പോയി. കറക്റ്റ് ആ ഷോട്ടിന്റെ സമയത്ത് കോടമഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങളൊക്കെ മൂടിപ്പോയി. സീനുണ്ട്, അതൊരു വൈഡ് ഷോട്ടാണ്, ശബ്ദമുണ്ട്. ശബ്ദം ആരോ ഡബ് ചെയ്താണ്. അപ്പൊ നമ്മളിങ്ങനെ തപ്പി കണ്ടുപിടിക്കണം. അതാ മൂലയില് റെഡ് ചുരിദാർ ഇട്ടിട്ട് കറുത്ത ഷോൾ ഇട്ട് നിൽക്കണേ, അതാണ് ഞാൻ. ഇതാണ് എൻ്റെ ആദ്യത്തെ സിനിമ അഭിനയം. ഇത് ഞാൻ വളരെ ഇടയ്ക്ക് എപ്പോഴോ ജയനൻ വിൻസെന്റ് സാറിനെ ഫേസ്ബുക്കിൽ ഞാൻ ഫ്രണ്ട്സായി ഞങ്ങൾ. അപ്പൊ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഞാൻ സാറിന്റെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയപ്പോൾ ജനുവരി ഒരു ഓർമ്മ. അപ്പോഴാണ് എനിക്കിത് ക്ലിക്കാവുന്നത്. അപ്പോൾ ഞാൻ സാറിനോട് ഇത് ഷെയർ ചെയ്തപ്പോൾ സാറ് ഭയങ്കര അതെയോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര രസമായിരുന്നു ഞങ്ങളുടെ കോൺവെർസേഷൻ. ഞാൻ പോലും ഇത് എൻ്റെ മെമ്മറിയിൽ നിന്ന് വിട്ടുപോയി. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം, ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ബിന്ദുവിനോടാണ് പറയുന്നത്. അല്ല, ഈ സ്ക്രീനിലൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി പിന്നെ എങ്ങനെയാ ഈ സിനിമയുടെ പിന്നണിയിലേക്ക് എത്തുന്നത്? എങ്ങനെയായിരുന്നു ജയരാജ് സാർ? അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പതിവ് പോലെ പ്രീ ഡിഗ്രി കഴിയുന്നു, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ LLB കിട്ടുന്നു, LLB ജോയിൻ ചെയ്യുന്നു. അപ്പോൾ കുറച്ച് സിനിമ സുഹൃത്തുക്കൾ ഉണ്ടാവുന്നു. അവർ വഴി ഇങ്ങനെ സിനിമ ഫെസ്റ്റിവൽസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ സിനിമാ ഫീൽഡിനെ വളരെ മോശമായിട്ടാണ് എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇവർ പോകാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ തടയപ്പെട്ടു ഞാൻ സത്യത്തിൽ.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിലിം ഫെസ്റ്റിവലൊക്കെ അറ്റൻഡ് ചെയ്യുന്നു, ജയരാജ് സാറിനെ പരിചയപ്പെടുന്നു. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ തലയിൽ എന്നാൽ പിന്നെ പിറകിൽ നിന്നാലോ, അസിസ്റ്റൻ്റ് ആയാലും, അപ്പോഴും സിനിമ ഫീൽഡിൽ നിൽക്കാമല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് ആ സിനിമയോടുള്ളൊരു പാഷൻ, അതുകൊണ്ട് അഭിനയിച്ചില്ലെങ്കിലും വേണ്ടില്ല, അതിൻ്റെ ഒരു ഭാഗമായിട്ട് സാറ് എന്നെ, ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് ഈ വിദേശത്തൊക്കെ ടീ ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു തസ്തികയുണ്ട് ഈ സിനിമ ഫീൽഡിൽ, ചായ കൊണ്ട് കൊടുക്കണ പണിയാണ്, അതായാലും മതി സാർ. അപ്പൊ സാറ് ചിരിച്ചു, നമ്മുടെ ഇവിടെ ടീ ഗേളൊന്നും ഇല്ല, അത് പ്രൊഡക്ഷൻകാർ പോയിക്കോളും. അപ്പൊ എന്തുദ്ദേശിച്ച് ഞാൻ പറഞ്ഞു സാറിന്റെ അസിസ്റ്റന്റ് ആക്കുമോ. അപ്പൊ സാറ് സംസാരിച്ചു, എൻ്റെ താല്പര്യം രക്ഷ സാറിന് വളരെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ സാറ് പറഞ്ഞു, നമ്പർ എൻ്റെ അസോസിയേറ്റ്സിൻ്റെ അടുത്ത് കൊടുക്കൂ, ഇവിടെ വർക്കുള്ളപ്പോൾ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അതൊരു സാധാരണ പറച്ചിലായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷെ സത്യത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമാക്കാരനോട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ സമയത്ത്. അതെ 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 അതെ. ആ ഫെസ്റ്റിവലിനകത്ത് സത്യജിത്ര ഉണ്ടായിരുന്നു, ചാരുഹാസൻ ഉണ്ടായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു, ഡേവിഡ് മാൽക്കം, എനിക്ക് നല്ല ഓർമ്മയാണ് അതൊക്കെ. ദേശാടനം എന്നുള്ള സിനിമയായിട്ടാണ് വന്നിരുന്നത്. അപ്പൊ ആ പടം ഇഫിയാണ് ലാസ്റ്റ്, ഗോവയ്ക്ക് മുമ്പുള്ള ലാസ്റ്റ് ഇഫി കേരളത്തില്. IFFK അല്ല, ഇഫിയാണ് കറക്റ്റ്. 99 ആണോ 97 ആണോ എനിക്ക് കറക്റ്റ് ആയിട്ട് 7 ആണ് 97 കാരണം 98 കളിയാട്ടം വർക്ക് റിലീസ്. അപ്പൊ അതിന്റെ വർക്ക് നടക്കുമ്പോഴാണ് സാർ എന്നെ വിളിക്കുന്നത്. 97 ലാസ്റ്റ് ഇഫി ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു. അങ്ങനെ അതൊരു ഭയങ്കര നല്ല മെമ്മറിയാണ്. അന്നൊക്കെ നമുക്ക് നമ്പർ കൊടുക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് ഫോൺ ഇല്ല, മൊബൈൽ ഇല്ല. നമ്മൾ താമസിക്കുന്നത് ഞാനൊരു ഹോസ്റ്റലിലായിരുന്നു, അവിടുത്തെ നമ്പറാണ് കൊടുത്തത്, തിരുവനന്തപുരത്ത് തന്നെ. അപ്പൊ ഹോസ്റ്റലിലേക്കാണ് എനിക്ക് വിളി വന്നത്, ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ എപ്പോഴും ആലത്തൂർ ഷൂട്ട് നടക്കുമ്പോൾ തൃശ്ശൂർ സിസ്റ്ററിന്റെ വീട്ടിൽ പോയപ്പോ അവിടുന്ന് അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്, ആലത്തൂര് പോയിട്ടുണ്ട് ഷൂട്ടിങ് കാണാനായിട്ട്. അപ്പോൾ അവിടെ വെച്ച് സുരേഷ് ഗോപി, മഞ്ജു വാര്യർ, ബിന്ദു പണിക്കർ, ഇവരുടെയൊക്കെ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അവരുടെ അഭിനയൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സാർ എന്നെ ഡബിങ് നടക്കുന്ന സമയത്ത് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് വിളിച്ചത്. അത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു. അതൊരു വലിയ അനുഭവമാണ്, കാരണം അന്ന് ഫിലിമിലാണ് ഷൂട്ട്. ഇന്നത്തെ പോലെ ടെക്നിക്കലി ഇത്രയും ഇംപ്രൂവ്ഡ് ആയിട്ടില്ല. നമ്മൾ ഡബിങ് ഒക്കെ ഇപ്പോൾ വളരെ ഈസിയാണ്. നമ്മൾ ചുമ്മാ കണ്ണടച്ച് പറഞ്ഞാൽ പോലും അവരത് ആ കറക്റ്റ് പോയിന്റിലേക്ക് പിടിച്ചിടും. അന്ന് അങ്ങനെയല്ല, അന്ന് വലിയ സ്ക്രീനിൽ മൂവി കാണിക്കും. അപ്പൊ അവിടെ എന്താണോ പറയുന്നത്, ഏത് അക്ഷരമാണോ ചുണ്ട്, അവിടെ തന്നെ കൃത്യമായിട്ട് പറയണം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇത് മാറിപ്പോകും. അപ്പൊ പിടിച്ചിടലും വലിച്ചിടലും അതൊന്നുമില്ല, അങ്ങനെയായിരുന്നു. അപ്പൊ കുറേ തവണ ടേക്ക് പോകും, അങ്ങനെയായിരുന്നു. കുറെ സമയം കൂടുതൽ എടുത്തിരുന്നു ഡബിങ്ങിനൊക്കെ, ദിവസങ്ങൾ കൂടുതൽ എടുക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, പെട്ടെന്ന് തീരൂലേ. അന്നത്തെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ സുരേഷ് ചേട്ടനും മഞ്ജു ചേച്ചി ഡബ് ചെയ്യുന്നൊക്കെ? എനിക്ക് മഞ്ജു ചേച്ചി അന്ന് ഭയങ്കര മെച്യൂർ ആയിട്ടുള്ളൊരു കഥാപാത്രം, ചെറിയ കുട്ടിയാണ്. എനിക്ക് ഓർമ്മയുള്ള ഒരു ചുമന്നൊരു ചുരിദാറല്ല, മിഡിയും ടോപ്പും ഇല്ലേ, അതാ ഇട്ടിരുന്നു. ബ്ലാക്കും റെഡും സ്കേർട്ടും ഒരു റെഡ് ടോപ്പും ഇട്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ സംസാരിക്കും. പക്ഷെ പുള്ളിക്കാരത്തിക്ക് അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു, കരയുമ്പോഴും ചിരിക്കുമ്പോഴും ഒരേപോലെ തോന്നുമായിരുന്നു. ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കരയണ പോലെ തോന്നും. അപ്പൊ അത് വേർതിരിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഡബിങ്ങിന് അത് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം ഭയങ്കര മെച്ചുവേർഡായിട്ട്, അഭിനയം ഒന്നും നമുക്ക് അന്നേ ഭയങ്കര മെച്ചുവേർഡാണ്. ഞാൻ അന്ന് വല്ല 18-19 വയസ്സ്, 18 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ മഞ്ജുവിന്. സാരിയൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് സെറ്റുമുണ്ട് കാണാം കളിയാട്ടത്തിലെ വേഷം, അതിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര മെച്ചുവേർഡായിട്ടുള്ള ഒരു സ്ത്രീയുടെ ലുക്കായിരുന്നു. ഭയങ്കര മെച്യൂരിറ്റി ഫീൽ ചെയ്യുമായിരുന്നു മഞ്ജുവിന്റെ ലുക്സിൽ. പക്ഷെ ഈ കുട്ടി സ്കേർട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ചെറിയൊരു പെൺകുട്ടി, അവിടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ച് നടന്നിരുന്നൊരു പെൺകുട്ടി. അതാണ് മഞ്ജുവിനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ. അപ്പൊ ഒരിക്കൽ മഞ്ജുവിനെ ഞാൻ കണ്ടപ്പോൾ, മോഹൻലാൽ എന്നുള്ള സിനിമയിലാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചത് ഒരു സീനില്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ, അപ്പൊ മഞ്ജുവിന് ഓർമ്മയില്ല, കാരണം എത്രയോ വർഷങ്ങളായി. അപ്പൊ ആദ്യം താല്പര്യത്തോടു കൂടി കേട്ടിരുന്നു കേട്ടോ, അങ്ങനെയാണോ, ഉണ്ടായിരുന്നോ ഇങ്ങനെ ചോദിച്ചു. അപ്പോ പിന്നെ സുരേഷ് സാറ് ഡബ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടായിരുന്നു ഡബ് ചെയ്യാൻ. അപ്പൊ സിഗരറ്റ് ഇങ്ങനെ വലിക്കും, സിഗരറ്റ് വലിച്ചിട്ട് ഇങ്ങനെ ശബ്ദത്തിനെന്തോ, സിഗരറ്റ് വലിക്കുന്നവരോട് ചോദിച്ചാലേ അത് അറിയുള്ളൂ, അവർക്ക് ശബ്ദത്തിന് ഡെപ്ത് കിട്ടാനോ എന്തോ ഒരു ഇതിന് അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഡബ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ആദ്യമൊക്കെ എനിക്കിങ്ങനെ സിങ്ക് ആവാതെ വരുമ്പോൾ പറയാൻ പേടിയായിരുന്നു, ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ. പക്ഷെ ഒരു തവണ നല്ലോണം താമര
ആ ക്യാരക്ടറിന്റെ പേര്, മഞ്ജുവിന്റെ ക്യാരക്ടർ പേര് താമര എന്നായിരുന്നു. അപ്പൊ താ കഴിഞ്ഞ് മാ വരുന്നിടത്ത് താമര എന്ന് പറഞ്ഞാൽ താ ഔട്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു, സാർ സിങ്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു, ആ ശരിയാണല്ലോ, സിങ്ക് ആയിട്ടില്ലല്ലോ, ജയ നമുക്കൊരു പ്രാവശ്യം കൂടി എടുക്കാന്ന് പറഞ്ഞിട്ട് സാറിനോട് പറഞ്ഞ് എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് ഇപ്പൊ ശരിയായോ കുട്ടി, ഓക്കെ ആയോ എന്നിങ്ങനെ ചോദിക്കും. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്ക്രീനിന്റെ മുമ്പിൽ താഴെ നിലത്ത് ചമ്രം പടഞ്ഞ് അങ്ങനെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കും. പുറത്തന്നെ ഇരിക്കും, ഇപ്പത്തെ പോലെ തന്നെയല്ലേ സെറ്റപ്പ് ഒക്കെ? അല്ല, വലിയ തിയേറ്റർ പോലെയായിരുന്നു ചിത്രാഞ്ജലി സ്റ്റുഡിയോയില്. എല്ലാരും ഒരുമിച്ചാ നിൽക്കും? അല്ല, കൺസോളിനകത്ത് സാറ്, ഇത് ഡബിങ് റെക്കോർഡിസ്റ്റ്, അവരൊക്കെ മുകളിൽ കൺസോളിൽ ഒരു ചില്ലിട്ട ഒരു ഇതിനകത്ത് ഡബ് ചെയ്യുന്ന ആളും നമ്മൾ അസിസ്റ്റൻസ് 1-2 പേര് അവിടെ ഇതിനകത്ത് ഉണ്ടാവും. ഇന്നിപ്പോ ഒരു ചെറിയ കുടിസ് മുറി മതി ഡബ് ചെയ്യാൻ. പക്ഷെ അന്നല്ല, അന്ന് ഇതിനേക്കാളും വലിയ ഹാളിലാണ്, അതുപോലെ വലിയ സ്ക്രീനിലാണ് നമ്മൾ സിനിമ കണ്ടിരുന്നത്. ചെറിയ ടിവിയിലല്ല അന്ന് കണ്ടിരുന്നത്, വലിയ എഡിറ്റിംഗ് എങ്ങനെയായിരുന്നു എനിക്കറിയില്ല. ഡബ് ചെയ്യുമ്പോൾ വലിയ സ്ക്രീനിലായിരുന്നു സിനിമ കണ്ടിരുന്നത്. എന്നിട്ട് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ, വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ഒരു പാട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അന്ന് മോഹൻലാൽ സാറിന്റെ ഗുരു എന്ന് പറഞ്ഞ സിനിമ താഴത്ത് ചിത്രാഞ്ജലിയിൽ സ്റ്റുഡിയോ സെറ്റ് ഇട്ടിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ പാട്ട് വന്നപ്പോൾ ജര സാർ വിളിച്ചിട്ട്, സാർ ഈ പാട്ട് കാണാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ലാലേട്ടൻ വന്ന് ഈ പാട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ പാട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. അന്ന് ഗുരുവിന്റെ ഷൂട്ട് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നല്ല മെമ്മറീസ്. പക്ഷെ ഞാൻ സാറിന്റെ പോയി കാണാൻ മിണ്ടൊന്നും ചെയ്തില്ല. അന്നൊക്കെ നമുക്ക് പേടിയല്ലേ. അന്ന് ഞാൻ ഭയങ്കര ഫാനൊക്കെ തന്നെയാ. പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഒരു ചമ്മലും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ ദൂരെ നിന്ന് മാറി ഇങ്ങനെ കണ്ടു. അന്നൊക്കെ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ല പിന്നീട് ഒരു കാലത്ത് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. കാരണം സംവിധാനം അസിസ്റ്റന്റ് ഡയറക്ടർ ആയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഡയറക്റ്റ് ചെയ്യുമായിരിക്കും. എൻ്റെ ഗുരുനാഥൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ മടിച്ചായ കാര്യം സാർ അറിഞ്ഞിട്ടില്ല. ഒരു ഷോർട്ട് ഫിലിമെങ്കിലും, അതെ, ഒരു ഷോർട്ട് ഫിലിമെങ്കിലും ചെയ്യണം, ഒരു ഗുരുദക്ഷിണ പോലെ. പിന്നീട് ഒരുപാട് സംവിധായകർ കൂടെ വർക്ക് ചെയ്തില്ല അതോ? അല്ലല്ല, സാറിന്റെ പെർമിഷനോട് കൂടി തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹരം എന്ന് പറഞ്ഞ സിനിമ, വിനോദ് സുകുമാരനാണ് ഡയറക്ടർ. ഫഹദ് ഫാസിലിന്റെ പടമായിരുന്നു. അപ്പൊ അതില് രാധിക ആപ്തെ, രാജശ്രീ ദേശ്പാണ്ഡെ, വേറൊരു ബാംഗ്ലൂരിൽ നിന്നുള്ള കുട്ടിയുണ്ടായിരുന്നു. അവരാണ് അതിലത്തെ നായികമാര്. അപ്പൊ അവരെ മലയാളം ഡയലോഗ്സ് പഠിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചിട്ട് ഒരു എൻക്വയറി വന്നപ്പോൾ ഞാൻ, ഒരു ഫ്രണ്ട് വഴിയാണ് അങ്ങനെ ഒരു എൻക്വയറി വന്നത്. അപ്പൊ ഞാൻ ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ സാറിൻ്റെ അടുത്ത് നിന്ന് പെർമിഷനൊക്കെ വാങ്ങിയിട്ട് ഞാൻ പോയി അത് ചെയ്തു. അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം രാധിക ആപ്തെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വളരെ നല്ല അഭിനേത്രിയും ഭയങ്കര പ്രൊഫഷണലുമാണ്. എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ആക്ടർ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിൻ്റെ ആൻസറാണ് രാധിക ആപ്തെ. ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ പുതിയ പല പിള്ളേരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും എന്താ പറയുക, അന്ന് അവർ ഹിന്ദിയിൽ നല്ല ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ്. ഞാൻ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട് രാധിക ആപ്തെയുടെ. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ജാട താര എന്താ പറയുക ഗാംഭീര്യം ഒന്നുമില്ലാത്ത ഒരു സാധാരണ നമ്മൾ പറയുന്നു കേട്ടെഴുതിയെടുക്കുന്നു. ആസ് എ ടീച്ചർ, ഞാനപ്പോൾ ഒരു ടീച്ചറുടെ റോളാണല്ലോ. അപ്പോൾ ഒരു ടീച്ചറോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അങ്ങനെയാണ് എൻ്റെ അടുത്ത് രാധിക ആപ്തെ ബിഹേവ് ചെയ്തിരുന്നത്. അതേപോലെ രാജശ്രീ ദേശ്പാണ്ഡെ. ഈ സിനിമ കഴിഞ്ഞ് പോയിട്ട് കുറേ കാലം നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു രാധിക ആപ്തെ. പിന്നെ എപ്പോഴൊക്കെയോ അവരും തിരക്കായി അങ്ങനെ വിട്ടുപോയി. ഡയലോഗ് പഠിപ്പിക്കാന്നല്ലാതെ നമ്മൾ സെറ്റിലും അവരുടെ കൂടെ നിൽക്കും. ഫുൾ ഷൂട്ടിന്റെ സമയത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സീൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നും കൂടി അതൊന്ന് റിഫ്രഷ് ചെയ്തിട്ടാണ് സീൻ എടുക്കാൻ പോകുക. എല്ലാ ഡൗട്ട്സും ചോദിക്കും, ഓരോ വാക്കിന്റെ മീനിങ്ങും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ വിനോദ് സാർ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാല്, നമ്മള് എങ്ങനെ അഭിനയിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കരുത്. അതെ, എന്താണോ ആ കോണ്ടെക്സ്റ്റ് അത് പറയുക, അതിന്റെ മീനിങ് പറഞ്ഞു കൊടുക്കുക, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറഞ്ഞു കൊടുക്കുക. ഭാവം എന്താണ് വേണ്ടതെന്ന് അവരുടെ ഉള്ളിൽ നിന്ന് വരണം, എന്നാലേ അത് അവരുടെ ഇതായിട്ട് മാറുള്ളൂ. അത് എനിക്ക് കിട്ടിയ നല്ലൊരു പാഠാണ്. പിന്നീടും ഞാൻ അതുപോലെ ബാറോസിൽ അതിലൊരു കുട്ടിയാണ് നായിക. അവളെ പഠിപ്പിക്കാൻ പോകുമ്പോഴും ഞാൻ ഇതാണ് മനസ്സിലോർത്തത്. പക്ഷെ അവളൊരു തീരെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ അഭിനയിച്ച് പരിചയമില്ല. അപ്പം അതിൻ്റെതായ ചില
ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ സ്ത്രീകൾ പിന്നണിയിൽ ഇല്ലാത്തൊരു കാലത്തിലാണ് ചേച്ചി സിനിമയിലെ സഹസംവിധായികയായിട്ട് എത്തുന്നത്. പിന്നീട് ഇപ്പൊ ബറോസിൽ വരെ സഹസംവിധായികയായിട്ടും ചേച്ചി ജോലി ചെയ്തിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി ഒരു സ്ത്രീ സഹസംവിധായികയ്ക്ക് ഒരു സിനിമ സെറ്റില് ജോലി ഭാരങ്ങളും അല്ലെങ്കിൽ ജോലി എങ്ങനെയാണ് അവർക്ക് ഡിവൈഡ് ചെയ്യുന്നത്? ജോലി ഡിവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വേർതിരിവൊന്നുമില്ല. നമ്മളിപ്പോൾ എന്ത് കണ്ടിന്യൂറ്റി ആണോ നോക്കുന്നത് അത് കൃത്യമായിട്ട് തന്നെ ചെയ്യണം. അത് ഒരു സ്ത്രീ ആയതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ കൺസെഷൻസും ആരും അനുവദിച്ചു തരില്ല. ഇപ്പോൾ നമ്മുടെ സെറ്റിൽ പെൺകുട്ടികൾ കാണുമ്പോഴേ, നമ്മൾ ഓരോ സിനിമയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ മിക്ക സെറ്റിലും ഉണ്ട് പെൺപിള്ളേർ അസിസ്റ്റൻസ് ആയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, അവർ നല്ല ഓടി നടന്ന് പണിയെടുക്കണ കാണുമ്പോഴേ. ക്യാമറ അസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ട് ഞാനൊരു പെൺകുട്ടീനെ കണ്ടിരുന്നു. അപ്പം അവളുണ്ട്. ഞാൻ നോക്കുമ്പോൾ എന്തോ ഒരു ലാഡറൊക്കെ എടുത്തിട്ട് മുകളിൽ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ എന്തൊക്കെയോ ശരിയാക്കുന്നു ക്യാമറയുടെ. ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്നു കേട്ടോ. അവള് എന്ത് സ്മാർട്ടായിട്ടാ ചെയ്യണ പിള്ളേര്. ഞാനൊക്കെ വരുന്ന സമയത്ത് ആരും ഇല്ല. അംബിക റാവു എന്ന് പറഞ്ഞ ആ ചേച്ചി മാത്രമേ ഉള്ളൂ. ആ പുള്ളിക്കാരി ഇങ്ങനെ അതെ, പക്ഷെ പുള്ളിക്കാരി അഭിനയിക്കുന്നതിനേക്കാൾ ഏറെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഹിന്ദി എന്നൊക്കെ വരുന്ന താരങ്ങളെയൊക്കെ മലയാളം പഠിപ്പിച്ചിരുന്ന അംബിക ചേച്ചിയായിരുന്നു. മരിച്ചുപോയി. അപ്പോൾ അംബിക ചേച്ചിയുടെ ശേഷം എനിക്ക് തോന്നുന്നു ഞാനാന്ന് തോന്നുന്നു അത് ചെയ്തത്. അതിനുശേഷം പിന്നെ ഇപ്പൊ എക്കോയിലൊക്കെ വേറെ ആരൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതെ അതെ അങ്ങനെ. അപ്പൊ പെൺകുട്ടികൾ വരുന്നത് ഒരു കണക്കിന് ഭയങ്കര നല്ലതാട്ടോ. അതായത് പെൺപിള്ളേരെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇപ്പൊ നമുക്ക് പീരീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമാണ്, വയ്യ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെൺകുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മോളെ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് കേട്ടോ, അതാണ് അങ്ങനെ ഒന്ന് പറയാനൊക്കെ നമുക്ക്, എന്നെ പോലുള്ളവർക്ക്. പക്ഷെ പുതിയ ജനറേഷനിലെ പിള്ളേർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അവര് വേണമെങ്കിൽ ഡയറക്ടറോട് തന്നെ നേരിട്ട് വിളിച്ചു പറയും, ഇത് എൻ്റെ ശാരീരികാവസ്ഥ ഇതാണ്, എനിക്കിങ്ങനെയാണ്, അങ്ങനെ പറയാനുള്ള ഒരു എന്താ പറയാ, അത്രയും ഡെവലപ്ഡ് ആയി നമ്മുടെ ജനറേഷൻ, മുതിർന്നു. സ്ത്രീ സൗഹൃദമായത് അതെ അതെ അതെ, ഉണ്ട്. ചേച്ചി ആ കാലത്ത് അപ്പോ സിനിമയിൽ ഒന്നാമത് നാട്ടിലാർക്കും താല്പര്യമില്ല, എനിക്കൊന്നും വീട്ടിലും അങ്ങനെ വലിയ രീതിയിൽ എന്തായാലും താല്പര്യം ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ ചിൽച്ചിലായിട്ട് നിൽക്കുന്ന ഒരു സ്മാർട്ട് പെൺകുട്ടി സിനിമയിലേക്ക് എത്തുന്നത്, പൊന്നാനി പോലുള്ള ഒരു കുഗ്രാമം പോലത്തെ ഒരു സ്ഥലത്തുനിന്ന് വന്നിട്ട്, ശരിക്കും സിനിമയിലുള്ള ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു ഒരു സ്ത്രീ സഹസംവിധായികയായിട്ട് വരുമ്പോൾ? അന്ന് കാരവാൻ കൾച്ചർ അങ്ങനത്തെ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ സത്യത്തിൽ പൊന്നാനി മാറഞ്ചേരി എന്നൊക്കെ പോന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് എത്തിയതിന് ശേഷമാണ്. ഞാൻ 98 വന്നു. 98 ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പം പൊന്നാനി എന്നൊക്കെ മാറി കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു അവസരം വന്നപ്പോഴത്തേക്ക് ഞാൻ പോയത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി എൻ്റെ ഓർമ്മയിൽ എൻ്റെ സീനിയറായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഇസ്കന്ദർ മിർസ, പിന്നെ ഒരു ചിത്രശലഭം എന്ന് പറഞ്ഞിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ പേര് ഞാൻ മധു ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. മധു കൈതപ്രം എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അശോക് ആർനാഥ്, അദ്ദേഹം പിന്നെയും പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആയിരുന്നു ജയരാജാറിന്റെ അസിസ്റ്റന്റ്. പക്ഷെ അവരൊക്കെ എന്നെ ഒരു അനീതി പോലെ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അവർക്കൊക്കെ എന്നോടൊരു വേറെ വ്യത്യാസം എന്നാൽ ഞാൻ പെണ്ണല്ലേ എന്നെ മാറ്റി നിർത്തിയൊക്കെ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. എല്ലാവരും ഭയങ്കര നല്ല പെരുമാറ്റമായിരുന്നു. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ സാറ് വിളിക്കാൻ പറയുമ്പോൾ ഇവരോടാണ് പറയുക, വിളിക്കാൻ പറയുമ്പോൾ. അപ്പം ഇസ്കന്ദർ മിർസയൊക്കെയാണ് എന്നെ ഈ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതും വരാൻ പറയുന്നതൊക്കെ. അപ്പം അങ്ങനെ ഒരു വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സിനിമയിൽ ഒരിക്കലും, അങ്ങനെ അസിസ്റ്റന്റ് എന്നുള്ള നിലയ്ക്ക് കേട്ടോ. പിന്നെ ആക്ടിങ്ങിലേക്കൊക്കെ വന്നപ്പോഴാണ് ഈ കാറ്റഗറൈസ് ചെയ്ത് മാർജിനലൈസ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്ന പോലെ. അതെ 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 അതെ, അങ്ങനെയൊക്കെ ഉണ്ടാവണത് അഭിനയിക്കാൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇതൊക്കെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഇപ്പൊ ഈ പിന്നണിയിൽ നിന്ന് ലാലേട്ടനെ ആരാധിച്ചിരുന്ന ഒരു പെൺകുട്ടി പിന്നണിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അഭിനയിക്കാം, അല്ലെങ്കിൽ എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഒക്കെ ഏത് പോയിന്റിലായിരുന്നു തോന്നി തുടങ്ങിയത്? അത് ഞാൻ രാജേഷ് കെ എബ്രഹാം എന്ന് പറഞ്ഞ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത 6 സുന്ദരികളുടെ കഥ, 5 സുന്ദരികളല്ല 6 സുന്ദരികളുടെ കഥ എന്ന് പറഞ്ഞിട്ട് ഒരു കുറേ സ്ത്രീകളാണ്, 6 സ്ത്രീകൾ തന്നെയായിരുന്നു അതിൽ ലെനയാണ് എന്നെ
രാജേഷ് കെ എബ്രഹാമിനെ പരിചയപ്പെടുത്തുന്നത്. ലെന എൻ്റെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ ലെന പറഞ്ഞു, ഇങ്ങനെ രാജേഷ് കെ എബ്രഹാമിന് ഒരു ലേഡി അസിസ്റ്റൻറ്റിനെ വേണം, കാരണം എല്ലാം സ്ത്രീകളായതുകൊണ്ട് അവർ കംഫർട്ടബിൾ ആവട്ടെ എന്ന് വെച്ചിട്ട് ഒരു ലേഡി അസിസ്റ്റൻറ്റിനെ അന്വേഷിക്കുന്നുണ്ട്, ഷൈനി ഒന്ന് കോൺടാക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടാണ് അതിൽ ചെല്ലുന്നത്, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടിക്കാനത്ത് വെച്ചിട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്യാണ്, ഒരു ഇൻ്റർവ്യൂ ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏതോ ഒരു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഒരു മാനേജിങ് ഡയറക്ടർ ലേഡി നരേൻ എന്ന് പറഞ്ഞ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു സീനായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ തന്നെ ഞാൻ അതിനകത്ത് അഭിനയിക്കാൻ വിളിച്ചു. പക്ഷേ ഇവർ ഡേറ്റ് മാറ്റി നമ്മുടെ ഷൂട്ടിങ്ങിൽ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ വരാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിനി അടുത്ത ചോയ്സ് ആരാന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന മേലിലെ രാജശേഖരാണ്, ഷൈനിക്ക് ചെയ്താലെന്താ, ഷൈനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പം നമ്മൾ നോക്കണോ, പിന്നെ മാറി നമ്മളത് വിട്ടല്ലോ. എന്നാ നോക്കിയേക്കാല്ലേ, എത്രയൊക്കെ വിട്ടു എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ അതെ. അപ്പൊ ഞാൻ വേഗം റെഡിയായി, ഡ്രസ്സൊക്കെ മാറി സാരി കൊടുത്ത് അത് അപ്പൊ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ നെഞ്ചിങ്ങനെ ഇടിക്കും, നമുക്ക് പറ്റുമോ അറിയില്ലല്ലോ, ഇതുവരെ അങ്ങനെ നിന്ന് നോക്കിയിട്ടില്ലല്ലോ നമ്മള്. പക്ഷെ ഞാൻ പോയി കൂളായിട്ടിരുന്നു, ഡയലോഗ്സ് തന്നു, ചെയ്തു കഴിഞ്ഞ് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, മേലിലെ സാറ് പറഞ്ഞു, ഷൈനി നന്നായി ചെയ്തു കേട്ടോ, വലിയ കുഴപ്പമില്ല, ഇനി വേണമെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഒരു ഹോപ്പ് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, എന്ത് സാർ ഇതിപ്പോൾ പുള്ളിക്കാരത്തി വരാത്തതുകൊണ്ട് ഞാൻ ചെയ്തതല്ലേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കണില്ല എന്ന് പറഞ്ഞ് ഞാനത് വിട്ടു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മഹേഷിൻ്റെ പ്രതികാരത്തിലേക്ക് ഞാൻ വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ജോലിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഇനി എന്തെന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് മുമ്പിൽ വന്ന് നിന്നപ്പോൾ വെറുതെ നോക്കിയതാണ്. ഫേസ്ബുക്കിലൊരു ഓഡിഷൻ കോള്, കാസ്റ്റിംഗ് കോള് വന്നു, അങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ഓഡിഷന് പോകുന്നു. അങ്ങനെയാണ് സൗമ്യയുടെ മമ്മി വന്നത്. ഈ സൗമ്യയുടെ മമ്മിയെ കുറിച്ച് പറയുമ്പോൾ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം ഭയങ്കര അർത്ഥവത്തായില്ല. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്ത് തള്ളയാണ്, പക്ഷെ വിചാരിക്കും. പക്ഷെ ഓരോ മനുഷ്യനും ഒരു കെട്ടിപ്പിടുത്തത്തിന്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സൗമ്യയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് അവളുടേതായുള്ള ഒരുപാട് റീസൺസ് കാണുമായിരിക്കും മഹേഷിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ കെട്ടിപ്പിടുത്തത്തിനൊക്കെ ചേച്ചിയുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരു ഭയങ്കര കാര്യം തന്നെ കേട്ടോ. നമുക്കൊന്ന് തുറന്ന് സംസാരിക്കാം. സൗമ്യക്ക് ഈ പറഞ്ഞ മാതിരി ഇവൻ്റെ കൂടെ ജീവിച്ചാൽ, ഫഹദ് ചെയ്യുന്ന ക്യാരക്ടറോട് ജീവിച്ചാൽ അവൾക്കൊരു ലൈഫ് ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ അതൊന്ന് സ്ട്രോങ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനും പറയാനും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അമ്മ ഇങ്ങനെ പറയുന്നത്, എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരുന്ന പ്രശ്നം ഇപ്പം നിനക്കുള്ളൂ. അതിൽ അവളുടെ ലൈഫ് മാറുകയാണ് അല്ലേ. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാൻ ഒരാൾ വേണം. അത് ആരായാലും, അമ്മയായാലും അച്ഛനായാലും സുഹൃത്തായാലും കസിൻസ് ആയാലും, ആരെങ്കിലും ഒരാൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നമ്മളെ എന്താ പറയുക, നമുക്ക് സപ്പോർട്ട് തരാൻ, നമ്മളെ എൻകറേജ് ചെയ്യാനൊക്കെ ഒരാളുള്ളത് ഭയങ്കര നല്ല കാര്യമാണ്. അത് സത്യത്തിൽ അങ്ങനെ ഒരാൾ വേണം നമ്മുടെ ലൈഫിൽ എന്നാണ് ഞാൻ ആ പടത്തിൽ അഭിനയിച്ചത് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു വലിയൊരു കാര്യം അതാണ്. എങ്കിൽ പോലും സൗമ്യയെ തേപ്പുകാരിയായിട്ട് കാണാനായിരുന്നു കൂടുതൽ മലയാളികൾക്ക് മെജോറിറ്റിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി അവിടെ ഒരു തേപ്പ് അങ്ങനത്തെ പരിപാടികളില്ല. ഓരോരുത്തരുടെ ജീവിതം ഓരോരുത്തർക്ക് എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കാലോ. അതെ, ഈ ഒരു ഇത് മീമായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട്. അപ്പൊ അതിന്റെ അടിയിലൊക്കെ വന്ന് തേപ്പുകാരിയുടെ അമ്മ, തേപ്പ് എന്നുള്ളൊരു വാക്ക് തന്നെ അതെ, അത് ഉണ്ടായത് എനിക്ക് തോന്നുന്നു മനുഷ്യ ഹൃദയത്തിലെ ഈ സീനിൽ നിന്നാണ് അല്ലേ. സൗമ്യ തേച്ചിട്ട് പോയി തേപ്പ്, അങ്ങനെ ഒരു വാക്ക് ഉണ്ടായത് തന്നെ മനുഷ്യന്റെ പ്രതികാരത്തിനാണ് തോന്നുന്നു. ഇപ്പോഴും ആൾക്കാർ ആ ഒരു വാക്കാണല്ലോ യൂസ് ചെയ്യുന്നത്. പച്ച സാരി ഇട്ടിട്ട് കല്യാണത്തിന് ആ കൈയ്യഴുകുമ്പോ അവിടെ ബൈക്കില് ഫഹദ് നോക്കുന്ന ഒരു നോട്ടം അതിപ്പോഴും ഉണ്ട്. നമ്മുടെ മനസ്സിൽ നിൽക്കുമല്ലേ ആ നോട്ടം. എന്തൊരു നടനല്ലേ ഫഹദ്. ഞെട്ടിച്ച് കളയും ചില സമയത്ത്. നമ്മള് പറയുമ്പോ ആളുണ്ടല്ലോ ഫിസിക്കലി ഭയങ്കര ഒരു ചെറിയൊരു മനുഷ്യനാണ്, പക്ഷെ ആക്ടിങ്ങിന്റെ കാര്യത്തിലും എനർജിയുടെ കാര്യത്തിലും ഫഹദിനെ കഴിഞ്ഞുള്ളൂ, ബാക്കി ആരും ഞാൻ പറയും. എൻ്റെ പ്രിയപ്പെട്ട ആ ന്യൂ ഇതിലുള്ള വേവിലുള്ള ആക്ടേഴ്സിൽ ഏറ്റവും പ്രിയപ്പെട്ട ആള് ഫഹദാണ്. സെറ്റിൽ വന്നാൽ അധികം സംസാരിക്കൊന്നുമില്ല, ഒരു മുറിയിൽ ഇങ്ങനെ മാറി അവിടെ ഇരിക്കുക. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ മറുപടി പറയും. എവിടെന്നെങ്കിലും കണ്ടാലും ഹലോ ഹായ് എന്ന് പറഞ്ഞൊരു ഷെയ്ക്കാണ്ടൊക്കെ തന്ന് എന്തെങ്കിലും നസ്രിയക്ക് സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഭയങ്കര സൗമ്യനാണ്. ആ ആളെ സ്ക്രീനിൽ പുഷ്പയിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന എന്തോ ആവേശത്തിലോ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കില്ല. ഫഹദിനെ നേരിട്ട് നമുക്ക് പരിചയം ഇങ്ങനെ അറിയുന്ന ഒരാളാണെങ്കിൽ
നമ്മൾ ആവേശത്തിൽ ഇത് വേറെ ഫഹദാണോ എന്ന് ചിന്തിച്ചു പോകുന്ന പ്രകടനമാണ് ഫഹദ് തന്നിരിക്കുന്നത് അല്ലേ. ഫഹദിനെ കാണാൻ വേണ്ടി, ഫഹദിന്റെ ആക്ടിങ് കാണാൻ വേണ്ടി മാത്രം പുള്ളിയുടെ പടങ്ങൾ തപ്പിയെടുത്ത് വീണ്ടും 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 ഞാൻ കാണും. ചില പടങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, പക്ഷെ അതിൽ ഫഹദ് അഭിനയിച്ചത് അതിങ്ങനെ എടുത്തു നിൽക്കുമല്ലോ. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ പടങ്ങളെല്ലാം ഞാൻ കാണും. ആൾക്കാർ പറയും പടം വലിയ സുഖമൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഫഹദിന്റെ പടമല്ലേ കാണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണും. സഹീർ ഖാൻ ഇപ്പൊ അടുത്ത് ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പോഴേ വേറെ ചാനലിൽ വേണ്ടി ഇന്റർവ്യൂ എടുത്തപ്പോ സഹീർ ഖാൻ പറഞ്ഞിരുന്നു, സഹീർ ഖാൻ സിനിമേന്റെ AD ആയിരുന്നു. അപ്പോ ഇവരെല്ലാരും കൂടെ നിർബന്ധിച്ചിട്ട്, കാരണം ഫാസിൽ സാറിന് ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരുടെ ക്യാമറയും ചമയും എല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒക്കെ ഒരു നിർബന്ധത്തില് വേറെ ആളെയായിരുന്നു കൈത്തും ദൂരത്തിൽ കാസ്റ്റ് ചെയ്തിരുന്നത്, UK ഒരു പയ്യനെ. പക്ഷെ ആ പയ്യൻ വന്ന സമയത്ത് നായിക ഇച്ചിരി വണ്ണം വെച്ചു, പിന്നെ ആ പയ്യൻ പെട്ടെന്ന് പോവേണ്ടി വന്നു. അപ്പൊ ഇവരാണെങ്കിൽ ഓൾറെഡി പ്രൊഡക്ഷനിലൊക്കെ കമ്മിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഈ പ്രൊജക്ട് നടക്കണല്ലോ എന്നുള്ളതില് ഷാനു പുറത്ത് പോയി പഠിക്കാൻ വേണ്ടി നിൽക്കുന്നത്, ഷാനുവിനെ എടുക്കാമെന്ന് പറഞ്ഞപ്പോ ഇവരാരും സമ്മതിച്ചില്ല. ഈ ഒപ്പം നിൽക്കുന്ന കൊളീഗ്സ് ഒന്നും സമ്മതിച്ചില്ല, വേണ്ടാതെ ഫാസിലിക്ക അവൻ പോവാൻ നിൽക്കില്ല, അവൻ താല്പര്യമില്ലാന്ന്. പക്ഷെ ഇവരെല്ലാരും ഇവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് അതിൽ അഭിനയിച്ചത്. അപ്പൊ ഫാസിൽ സാർ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. അപ്പൊ സാധാരണ എപ്പോഴും പറയത്തില്ല, ഈ അഭിനയിച്ചു കാണിച്ചു കൊടുക്കുമ്പോ 1% എടുത്താൽ മതി അതെന്ന് എന്നുള്ളത്. പക്ഷെ ഈ തുടക്കക്കാർക്ക് അങ്ങനെ അറിയില്ലല്ലോ. ഇപ്പൊ ചാക്കോച്ചന്റെ ഫസ്റ്റ് സിനിമയാണെങ്കിലും കയ്യെത്തും ദൂരത്തൊക്കെ നമ്മള് നല്ലൊരു സിമിലാരിറ്റി ഉണ്ടല്ലോ. അങ്ങനെ ഇയാള് അഭിനയിച്ചതാണ്. എന്നിട്ട് ഇയാൾക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്ന ട്രോളും ഇതൊക്കെ ഇവരെ എല്ലാരും നിർബന്ധിച്ചിട്ടല്ലേ, അവർക്ക് ഒരുപാട് വിഷമായിരുന്നു. എന്നിട്ട് പുറത്ത് പഠിക്കാൻ പോയിട്ട് വന്നൊരു കംബാക്ക് ആണ്. ആ ഒരു ഞാൻ സത്യത്തില് കയ്യെത്തുന്നവരത്ത് കണ്ടു, അതിനകത്ത് നമുക്ക് ഫഹദ് അയ്യോ എന്താ ചെയ്ത് വെച്ചേക്കണേ, അങ്ങനെ ഇത് ഏതാണ് ഈ കുട്ടി, ഈ ഫാസിൽ സാറിന്റെ മോനൊക്കെ ഇങ്ങനെ അഭിനയിക്കുമോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വിചാരിച്ചിട്ട് അപ്രത്യക്ഷമായി. പിന്നെ നമ്മൾ കാണുന്നത് അല്ല, ഞാൻ പറഞ്ഞുതരാം ഏതാ, മൃത്യുഞ്ജയം എന്ന് പറഞ്ഞിട്ട് അതില് ആന്തോളജി മൂവിയില് മൃത്യുഞ്ജയത്തിൽ അഭിനയിച്ചു. അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ ഇത് ഫഹദ് ഫാസിലാണ്. ഞാൻ ഏത് പടം കണ്ടാലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ തപ്പി കണ്ടുപിടിക്കും, ഇതാരെ അന്വേഷിക്കും. നമുക്ക് ഇപ്പോഴല്ലേ ഇതൊക്കെ വന്നത്, മൃത്യുഞ്ജയ ഇറങ്ങിയ കാലത്തൊന്നും നമുക്ക് ഇതൊന്നുമില്ല, ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇത്ര അങ്ങോട്ട് സജീവമായിട്ടില്ല. അപ്പൊ ഞാൻ സിനിമയിൽ അറിയുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിക്കും, അതേ ആ മൃത്യുഞ്ജയത്തിൽ ആ പയ്യനാരാ, ആ കുറച്ച് കഷണ്ടിയൊക്കെ ആയിട്ട് വന്നല്ലോ, അതാരാ. അങ്ങനെയാണ് ഇത് ഫാസിൽ സാറിന്റെ മോനാണ്. പണ്ട് കയ്യെത്തുന്ന ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞ ബിന്ദു, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. അന്ന് ഞാൻ മനസ്സിൽ എഴുതിയിട്ടാ ഇയാൾ ഇവിടെ കീഴടക്കിയിട്ടേ പോവുള്ളൂ. അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ചെയ്ത എല്ലാ പടങ്ങളും ഒന്നിനൊന്ന് ടപ്പേന്ന് പറഞ്ഞിട്ട് കേറി വന്നില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഹരത്തില് ചേച്ചി കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു, അതില് വേറെ തരം ക്യാരക്ടർ. പിന്നെ ഓടും കുതിര ചാടുകുതിരയില് വർക്ക് ചെയ്ത് അതില് വേറെ. മഹേഷിന്റെ പ്രതികാരത്തിലാണെങ്കിൽ ഒരു ഇടുക്കിക്കാരൻ തന്നെ. ആരെങ്കിലും പറയുമോ, ആ പാട്ട് ഷർട്ട് അടക്കം ചെരുപ്പ കഴുകുന്ന സീനൊക്കെ അല്ലേ, ഇടുക്കിക്കാര് പോലും സമ്മതിച്ചു. അവര് പറയും അയ്യോ നമ്മുടെ ഇടയിലുള്ള ഒരു മനുഷ്യനാണെന്ന് പറയും. ശരിക്കും ഈ ഫ്രെയിമിലൊക്കെ ഒരുമിച്ച് വരുമ്പോഴേ, ഇപ്പൊ മഹേഷിന്റെ പ്രതികാരത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടാവും, അതിലൊക്കെ എന്തെങ്കിലും ഒരു മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടോ ഇയാൾ? നമ്മൾ അന്തം വിട്ട് നോക്കിയിരിക്കും. ഫഹദ് ചെയ്യുമ്പോ നമ്മള് ഇങ്ങനെ കൗതുകത്തോടുകൂടി എന്തായിരിക്കും ഫഹദ് എങ്ങനെയായിരിക്കും ആ സീൻ ചെയ്യാൻ പോകുന്നത്, അതാണ് എൻ്റെ ഓർമ്മ. ഹരത്തിലാണെങ്കിലും അതെ കേട്ടോ, ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മള് ഫഹദ് അതെങ്ങനെ ചെയ്യുന്നു എന്ന് കാണാനുള്ളൊരു കൗതുകം ഭയങ്കരമാണ്. അതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. കാരണം ഇത് അധികം സംസാരിക്കാത്ത ഒരാളാണല്ലോ. പക്ഷേ ഈ ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ ഒരു കോമഡി സീന് അതൊക്കെ ആ സമയത്ത് ഫഹദിന്റെ മേത്ത് ആരോ ആവേശിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു. കൂടോത്രം എന്തോ ഒരു സാധനം വന്ന് കയറുന്നുണ്ട്. ആ സീൻ അങ്ങോട്ട് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ആള് പഴയ പോലെ നോർമലായിട്ട് ആ മുറി പോയിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ അധികം സംസാരിച്ച് കണ്ടിട്ടില്ല. മഹേഷിന്റെ പ്രതികാരത്തിനൊക്കെ എപ്പോഴും ആ വീട്ടിൽ തന്നെയാ, ക്യാരവനൊന്നും അങ്ങോട്ട് വരൂല, കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പൊ ഒരു മുറിയിൽ ഇങ്ങനെ, അപ്പൊ അവിടെ ഇരിക്കുമ്പോ ഞാൻ ഇടയ്ക്കൊന്ന് പോയി എത്തി നോക്കിയിട്ട് എന്തെങ്കിലും വിശേഷമൊക്കെ ചോദിക്കും. ഹരം കഴിഞ്ഞ സമയത്ത്, കല്യാണം കഴിഞ്ഞ സമയം ഉള്ളിയുടെ, അപ്പോൾ നസ്രിയ ഉണ്ടായിരുന്നു കൂടെ. കോഴിക്കോട് ആണ് നമ്മൾ ബാംഗ്ലൂരായിട്ട് ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത്. അപ്പോൾ പുള്ളിക്കാരത്തി, അങ്ങനെയാണ് ഞാൻ നസ്രിയനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എന്താ പറയുക, ഭയങ്കര ഒരു ഫൺ, നല്ല മൊമെന്റ്സ് ആയിരുന്നു അതൊക്കെ, ഓർമ്മിക്കാൻ നല്ല അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരുന്ന സമയത്തുള്ള ഓർമ്മകളാണ് എനിക്ക്, ഞാനൊരു ആക്ടർ എന്നുള്ള നിലയ്ക്കുള്ളതിനേക്കാളും എനിക്ക് ഭയങ്കര ഫോണ്ട് മെമ്മറീസ് എന്ന് പറയുന്നത് അതാണ്.
ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ കൂട്ടുകെട്ട് നമ്മളെല്ലാരും കൊതിക്കുന്നതാണ് അവരുടെ ഒരു പ്രൊജക്റ്റിലേക്ക് വരാൻ. അവരൊക്കെ ആയിട്ടുള്ളൊരു എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ബന്ധം, അല്ലാതെ അതിനപ്പുറം ഒരു സൗഹൃദം ഉണ്ടോ സിനിമകളിലൊക്കെ? എൻ്റെ ഈ ഓഡിഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ശ്യാംജി അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ, പക്ഷെ ദിലീഷ് സാർ ഉണ്ടായിരുന്നില്ല. ഞാൻ സാറിനെ ഷൂട്ടിൻ്റെ സമയത്താണ് കാണുന്നത്. പക്ഷെ ഈ പെർട്ടിക്കുലർ സീൻ ഉണ്ടല്ലോ, ഈ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ സീൻ എടുക്കുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും എന്നോടും അനുശ്രീയോടും മാറി മാറി സംസാരിച്ചിരുന്നു. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായാലും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ടോ ഇത്രയും പ്രിപ്പറേഷൻ വേണോ ഒരു സീനിനൊക്കെ. എനിക്കറിയില്ല, നമ്മുടെ വിചാരം എന്താ, ഡയലോഗ് പറയുക, അത് നമുക്ക് പറ്റുന്ന പോലെ അഭിനയിക്കുക, അത്രേ ഉള്ളൂ അഭിനയം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരു സീനിൻ്റെ ഡെപ്തിലേക്ക് പോകാൻ അവരുടെ ഇടപെടലുകളും സംസാരവും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ക്ലാസ് തന്നെയായിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഒരിക്കലും മരണം വരെ മറക്കാൻ പറ്റില്ല. അത്രയും ഇതായിട്ടാണ് ഏത് സിനിമയിൽ അഭിനയിക്കുമ്പോഴും സത്യത്തിൽ ഞാൻ ഓർക്കും, ഞാനത് അവരെന്ത് ഇതായിട്ടാണ് അത് പറഞ്ഞു തന്നത്. നമുക്കൊരു അടിത്തറയിടാൻ, നമ്മുടെ ഉള്ളിലത്തെ ആക്ടർക്ക് ഒരു അടിത്തറയിടാൻ അവരുടെ ഇടപെടലുകൾ സഹായിച്ചിട്ടുണ്ട്. അതെന്നും താങ്ക്ഫുൾ ആണ് അതിന്. അതെ, 97 മുതൽ ഇൻഡസ്ട്രിയിലുണ്ട്. ബറോസില് ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാന പരിപാടികളും ചേച്ചിയുണ്ട്. എന്നിട്ട് പോലും ചേച്ചി ഇപ്പോഴും മഹേഷിന്റെ പ്രതികാരത്തിലെ അനുശ്രീയുടെ അമ്മ, സൗമ്യയുടെ അമ്മ എന്നുള്ളൊരു ഐഡന്റിറ്റി ഭയങ്കരമാണ്. അത് സത്യം. ഇപ്പൊ കഴിഞ്ഞ ദിവസേ ഒരു കുട്ടി തന്നെ ഇതുപോലെ ഫോണിൽ കൂടെ ഇന്റർവ്യൂ ആണ്. അപ്പോൾ അവൾ കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് അയച്ചു തന്നു. ഞാൻ അതിന്റെ മറുപടി കേൾക്കണം. ഈ കുട്ടി ആകെ പറയണത് മഹേഷിന്റെ പ്രതികാരം, സൺഡേ ഹോളിഡേ. കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നു ഞാൻ ഈ 2 സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പൊ അത് മാത്രമാണ്, അതിനെക്കുറിച്ച് മാത്രമാണ് ആ കുട്ടി ചോദിച്ചോണ്ടിരുന്നത്. പക്ഷെ അപ്പൊ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് അത് കാണാത്ത മലയാളികളില്ല. മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല, പുറത്തുള്ളവർ. ഞാൻ ഒരിക്കൽ മൂന്നാർ ഒരു ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവിടെ കുറെ ഹൈദരാബാദ് എന്നുള്ള പിള്ളേര് വന്നു, IT കുട്ടികളാ. അവരുണ്ട് മലയാളം പടങ്ങളെല്ലാം കണ്ടിരിക്കുന്നു. മഹേഷിന്റെ പ്രതികാരം, പുരുഷപ്രേതം കണ്ടിട്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് പുരുഷപ്രേതം OTT വന്ന സമയം. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിച്ചപ്പോ ഏത് പടാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പുരുഷപ്രേതമാണ്. അപ്പൊ അവർക്ക് അറിയില്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പുരുഷപ്രേതത്തിൽ ചേച്ചി ഏതാ റോൾ? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ ഇടികൊള്ളുന്ന പയ്യന്റെ അമ്മയായിട്ട്. ഉടനെ അവൻ അയ്യോ അത് നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോണ്ട് വന്നു. എടാ വാടാ, ഈ ചേച്ചിയാണ് മറ്റേ അടികൊള്ളുന്ന ചെറുക്കന്റെ അമ്മയായിട്ട് പുരുഷപ്രേതത്തിൽ. ഞാൻ എന്തായിട്ട് നോക്കിയിരിക്കും. ഇവര് ഈ മലയാളം പടങ്ങളൊക്കെ കാണും അവിടുന്ന്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് OTT വരുമ്പോ അവരുടെ ഭാഷയിലും കേൾക്കാം. ഹിന്ദി, തെലുങ്ക്, കന്നഡ എല്ലാത്തിലും ആണല്ലോ. അപ്പൊ നമ്മളൊക്കെ കന്നഡയും തെലുങ്കും ഒക്കെ പറയണതാണ് അവര് കേട്ടിരിക്കുന്നത് സീനില്. എനിക്കത് ഭയങ്കര സന്തോഷവും ഭയങ്കര അത്ഭുതമായിരുന്നത്. അപ്പൊ എല്ലാരും മലയാളം, ഹിന്ദിയിലൊക്കെ എല്ലാരും നമ്മളെയൊക്കെ കാണുന്നുണ്ട്. മലയാള ഇൻഡസ്ട്രി അതെ 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 മുന്നിട്ട് നിൽക്കുന്നത് അതാണ്. പിന്നെ അതുപോലെ ചേച്ചിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കഴിഞ്ഞ വർഷം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടി. ചേച്ചി ഒരു മോഹൻലാൽ ഫാനായിട്ടാണ് ആദ്യം പറഞ്ഞതെങ്കിലും എനിക്ക് പേഴ്സണലി അറിയാം ചേച്ചി ഭയങ്കരമായൊരു മമ്മൂട്ടി ഫാനാണുള്ളത്. അപ്പൊ മമ്മൂട്ടി പത്മഭൂഷണ് ആശംസകൾ അറിയിച്ചിരുന്നു. എങ്ങനെയാണ് ആ സന്തോഷം? എങ്ങനെയാണ്? ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. മമ്മൂക്കൊക്കെ എത്രയോ നമ്മൾ ലാസ്റ്റ് ഇന്റർവ്യൂല് ചേച്ചി എന്നോട് പറഞ്ഞത് മമ്മൂക്ക ഇവിടെ ജനിച്ചതുകൊണ്ട് ഓസ്കാർ കിട്ടാത്തത്. അത് ഞാൻ ഇപ്പോഴും പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ പറഞ്ഞിട്ട് തോന്നുന്നു ഭ്രമയുഗം ഓസ്കാർ ആ വേദിയിൽ കാണിച്ചു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അങ്ങനെ കാണുകയാണ്. ഒരു സ്ത്രീ ഇങ്ങനെ ആൾക്കാരോട്, ഓസ്കാർ വേദിയിലാണ്, ലോസ് ആഞ്ചലസിലാണ് ആ സംഭവം നടക്കുന്നത്. ഈ സ്ക്രീനിങ്ങിന് മുമ്പ് മമ്മൂക്കേനെയും രാഹുൽ സദാശിവനെയൊക്കെ ഇവർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര പാട്, ഭ്രമയുഗം എന്നൊന്നും പറയാൻ കിട്ടുന്നില്ല. പക്ഷെ അവർ കഷ്ടപ്പെട്ട് പറഞ്ഞ് ഈ പടത്തെ കുട്ടി പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ കൈ കണ്ടോ എൻ്റെ ഗൂസ് ബംസ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയി. അപ്പോൾ ഞാൻ എന്താ പറയാ, മമ്മൂക്കോടെ നമ്മള് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് അമ്മൂക്കോടെ അഭിനയം സൂപ്പറായി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് ശ്രീ യേശുദാസിന്റെ അടുത്ത് നിന്നിട്ട് ദാസേട്ടാ നിങ്ങൾ പാടിയ പാട്ട് സൂപ്പറായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. എന്ന് വെച്ചാൽ അവര് അതിന്റെ എപ്പിറ്റോം, അതിന്റെ എന്താണ് ലാസ്റ്റ് വേർഡാണ്. അഭിനയത്തിന്റെ ആണെങ്കിലും പാട്ടിന്റെ ആണെങ്കിലും അങ്ങനത്തെ ആൾക്കാരോട് നിങ്ങളുടെ അഭിനയം നന്നായി എന്ന് പറയുന്നത് ഒരു അഭിനന്ദനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പത്മഭൂഷൺ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ എവിടെയായിരുന്നു, ഞാൻ ഷൂട്ടിലോ മറ്റാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഫോൺ സൈലന്റ് ആയിരുന്നു. അപ്പോൾ മെസ്സേജുകൾ നോക്കിയപ്പോൾ ആരോ എനിക്ക് അയച്ചൊരു മെസ്സേജിൽ നിന്നാണ്
മമ്മൂട്ടിക്ക് പത്മഭൂഷൺ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം തന്നെ ഞാൻ മെസ്സേജ് അയച്ചു കൺഗ്രാജുലേഷൻസ് വന്നിട്ട്. അപ്പോൾ താങ്ക്സ് പറഞ്ഞിട്ട് മറുപടി വന്നു. ഭയങ്കര സന്തോഷമുള്ളൂ. ഞാനിങ്ങനെ ആലോചിക്കും എപ്പോഴും, നമുക്കൊക്കെ അത് എത്ര മുമ്പേ ഡിസേർവ് ചെയ്യുന്നതായിരുന്നു അല്ലേ. വൈകി വന്നൊരു ബഹുമതിയാണ് മമ്മൂക്കയുടെ പത്മഭൂഷൺ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വർഷാവസാനം നമുക്ക് ഈ സന്തോഷമാണെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തിൽ ഇതേപോലെ മമ്മൂക്ക എടുത്ത ഒരു ബ്രേക്ക് മമ്മൂട്ടിനെ ആരാധിക്കുന്ന എല്ലാ പ്രേക്ഷകരും എല്ലാവർക്കും അതൊരു ഭയങ്കര ഷോക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകള് അല്ലേ, ഒരു മലയാളി പോലും നമുക്ക് വേഗം സുഖമായിട്ട് വരണേ മമ്മൂട്ടി പറയും ചെയ്തില്ല. അതാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് തന്നെയാണ് ഞാൻ പറയാം. പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ഭയങ്കര എനർജി ഉണ്ടല്ലോ, പോസിറ്റിവിറ്റി, ഹീലിംഗ് പവർ, അത് ശരിക്കും നമുക്കുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നും എനിക്ക് എൻ്റെ സത്യം പറയട്ടെ ബിന്ദു, എനിക്ക് മമ്മൂക്ക ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് മരിച്ചു പോകണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സത്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, മമ്മൂക്ക ഇല്ലാത്തൊരു ലോകമൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. മമ്മൂക്ക, ലാൽ സാറ്, അങ്ങനെ കുറേ ലെജൻസ് ഇല്ലേ നമ്മുടെ മുമ്പിൽ, അവരൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് എനിക്കൊന്നും ജീവിക്കണ്ട. നമ്മുടെ ഒരു മാതൃകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻസ്പിറേഷനാണ്. അങ്ങനെയുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവരെ കണ്ടുകൊണ്ടാണ് നമ്മൾ രാവിലെ നേരം വെളുക്കുന്നതും രാത്രി കിടന്നുറങ്ങുന്നതും ഒക്കെ അവരെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അവരില്ലാത്ത, സ്ക്രീനിൽ എന്നും അവരുണ്ടാവും, പക്ഷെ ലോകമുള്ളിടത്തോളം കാലം. പക്ഷെ അതല്ലല്ലോ, എവിടെയോ ഉണ്ട്. നമുക്ക് ഇന്ന സ്ഥലത്ത് ഓരോരുത്തർ എന്നെ കാണുമ്പോൾ ചോദിക്കും, നമുക്ക് ഇപ്പൊ ഏത് പടത്തിൽ അഭിനയിക്കണേ, ഫ്ലാറ്റിലൊക്കെ ഉള്ള ചില ആൾക്കാരുണ്ട്, അറിഞ്ഞൂടാട്ടോ, നിങ്ങൾ സിനിമയിലായിട്ട് നിങ്ങൾക്ക് ഒന്നും അറിയില്ലേ. ഞാൻ പറഞ്ഞു ഇനി മുതൽ ഞാൻ അപ്ഡേറ്റഡ് ആവാൻ നോക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തില് ഇവരൊന്നും ഇല്ലാത്ത ഒരു ദിവസം നമുക്കില്ല. ഇവരെ കുറിച്ച് സംസാരിക്കാത്ത ഒരു ദിവസം, എന്തെങ്കിലും കാണാത്തൊരു ദിവസമില്ല. എന്നും റീലെടുത്താൽ അതിൽ മമ്മൂക്കയുടെയും ലാൽ സാറിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാവും. അത് കണ്ടോണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പൊ അവരില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാൻ എങ്ങനെ ജീവിക്കും? ശരിക്കും ഇത്രയും ഒരു ആരാധനയും സ്നേഹമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെ സീനൊക്കെ അഭിനയിക്കുമ്പോ ശരിക്കും നെർവസ് ആവാനൊക്കെ സാധ്യതയുണ്ടല്ലോ. പക്ഷെ ചേച്ചി മമ്മൂക്കാന്റെ കൂടെ ഭയങ്കര കൂളായിട്ട് അഭിനയിച്ച ഒരാളും കൂടെയാണ്. സത്യം പറഞ്ഞ ഉള്ളില് പേടിയാ. ഞാന് പുള്ളിക്കാരൻ സ്റ്റാറാന്നുള്ള പടത്തിലാണ് മമ്മൂക്ക. അത് ഞാൻ അന്ന് അവിടെ ചെല്ലുമ്പോ എനിക്കറിയില്ല അന്ന് മമ്മൂക്കായിട്ട് കോമ്പിനേഷൻ ഉണ്ടെന്ന്. ആ സീൻ എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞ, ചേച്ചി അടുത്തതിൽ നിങ്ങൾ ഈ സീനാണ് മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ. എൻ്റെ ദൈവമേ, എൻ്റെ കൈയും കാലും മറിച്ചിട്ട് ബിന്ദു, ഞാൻ എല്ലാവരും പോയി ഫോട്ടോ എടുക്കുന്നുണ്ട്, മിണ്ടുണ്ട്. പക്ഷെ എനിക്ക് പേടിയാ, എനിക്ക് ഭയങ്കര പേടിയാ. ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കണതൊക്കെ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനാണ്. എന്തെങ്കിലും വിചാരിക്കുമോ അങ്ങനെയൊക്കെയാ. ഞാൻ എന്നിട്ട് എൻ്റെ അനിയത്തി ഇപ്പോഴും എന്നോട് പറയും, ഓരോ ഷൂട്ട് കഴിഞ്ഞോളൂ, ഞാൻ ആരുടെ ആയിരുന്നു, ഞാൻ പറഞ്ഞു ലാൽ സാറിൻ്റെ ഒരു പ്രോഗ്രാമിന് വർക്ക് ചെയ്യായിരുന്നു, ഫോട്ടോ എടുത്താ? ഇല്ല. എത്ര ദിവസം ഉണ്ടായിരുന്നു വർക്ക്? 14 ദിവസം. എന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. മനസ്സിലായോ? പുള്ളിക്കാരൻ സ്റ്റാറായിട്ട് അന്ന് മമ്മൂക്കയാണ് ഞങ്ങളുടെ എല്ലാരെയും പിടിച്ചു നിർത്തിയിട്ട് എൻ്റെ ഫോണിലൊരു ഇതെടുത്ത് സെൽഫി എടുത്ത്, അതിൽ ഞാനിങ്ങനെ തലപെട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഏത് പടമെന്ന് അറിയാം? ഗാനഗന്ധർവൻ. അതിൽ കുറേ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. കോമ്പിനേഷൻ സീൻസും ഉണ്ട് മമ്മൂക്കയുടെ കൂടെ. പോരാ നേരത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കഴിഞ്ഞ് ഞാൻ പോവാണ്, നമസ്കാരം. ഞാൻ ഒരു ഫോട്ടോ, പിന്നെന്താ ഇന്ന് ഫോട്ടോ എടുത്ത് ഭയങ്കര രസം കേട്ടോ. നമുക്കവിടെ എല്ലാരും പറയുമ്പോ നമുക്ക് ഭയങ്കര ദേഷ്യമാണ്, അതാണ് പറയാ. പക്ഷെ ദേഷ്യപ്പെടണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ സാഹചര്യങ്ങളിൽ ഇപ്പൊ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരോടൊക്കെ നല്ല ചീത്തയൊക്കെ പറയും. പക്ഷെ അവരാരെങ്കിലും മമ്മൂക്കയുടെ അടുത്ത് പോയിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വർഷമായിട്ട് ജോർജ് ചേട്ടനായാലും ശരി, സലാമരുക്കുറ്റിയാണ് സ്ഥിരം എന്താ പറയാ മമ്മൂക്കയുടെ ഡയലോഗൊക്കെ പറഞ്ഞു, ഡയലോഗിന്റെ ഷീറ്റൊക്കെ ഇല്ലേ, അതൊക്കെ സലാമാണ് കാണിച്ചു കൊടുക്കുക അങ്ങനെ ഷൂട്ടിന് പോയി. അപ്പോൾ നമുക്ക് പുള്ളിക്കാര ശാലയിലൊക്കെ ഇങ്ങനെ പേജ് ബൈ പേജാണ് ക്ലാസ്, ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ മോട്ടിവേഷണൽ സ്പീച്ച് ഇങ്ങനെ കുറേ ഉണ്ട്. കുറെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ദേഷ്യം വരും. ചീത്ത പറയണ സലാമിനെയാണ്, അതവിടെ മാറിക്കും, പിന്നെ ഇതും കൊണ്ടുവരും. അപ്പോൾ നമ്മള് ഈ പറയുന്ന ദേഷ്യത്തിന്, ഈ കാണിക്കുന്ന ദേഷ്യത്തിന്റെ പിന്നിൽ അതിന്റെയൊക്കെ അപ്പുറത്തെ ഒരു സ്നേഹം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവരാണ് ഇവരൊക്കെ. അപ്പൊ അവർക്കൊന്നും വിട്ടുപോകാൻ പറ്റില്ല. ഞാൻ അങ്ങനെയാണ് മമ്മൂക്കയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവര് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് അവര് ദേഷ്യപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ദേഷ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഉള്ളിടത്തല്ലേ നമ്മൾ ദേഷ്യപ്പെടാം. ഭൂരിഭാഗവും ഇപ്പൊ റോഡില് ട്രാഫിക് തെറ്റിച്ച് വരുന്ന അവന്മാരെയൊക്കെ നമ്മൾ ചീത്ത വിളിക്കാറുണ്ട്. അത് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, ദേഷ്യം വന്നിട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അടുത്തറിയുന്നവരോട് ദേഷ്യപ്പെടുന്ന അവരോട് ആ ദേഷ്യം നമുക്ക് കാണിക്കാന്നുള്ള ഫ്രീഡം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവസാനം അഭിനയിച്ച കാതലിലായിരുന്നു ഒരുമിച്ച്. കാതലാണ്, കാതലല്ലേ? അതെ അതെ അതെ. കാതലിലെ ബ്രോക്കറാണ്. അതെ തന്നെ അതെ തന്നെ. ഞാനിപ്പടുത്തും കൂടെ ആ സിനിമ കണ്ടപ്പോ ഞാനത് അതെ 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 അതായിരുന്നു. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണം നമുക്കവിടെ കൂടെ, അതാണ് ആഗ്രഹം. ലാൽ സാറിന്റെ കൂടെയും ഒരു സിനിമ ചെയ്യണം. ഞാൻ ലാൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അസിസ്റ്റന്റ് ആയിട്ടാണല്ലോ ബാർ ഹൗസിൽ ഇങ്ങനെ ആ കുട്ടീനെ ഡയലോഗ് പഠിപ്പിക്കാൻ അങ്ങനെയായിരുന്നു. പിന്നെ ലാലോണം നല്ലോണം എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പ്രോഗ്രാം, അതിലാണ് 14 ദിവസം നമ്മളിവിടെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ അകത്ത് ഇൻഡോറിൽ ഷൂട്ടായിരുന്നു. അന്ന് കോവിഡ് കാലമാണ്, ഒരു കോവിഡ് ഓണക്കാലമായിരുന്നു. അപ്പം ഏഷ്യാനെറ്റിന് വേണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു പ്രോഗ്രാം അവർ ഓണത്തിൻ്റെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഷൂട്ട് അപ്പം നമ്മൾ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ചിട്ടാണ്. ഞാൻ എൻ്റെ തൊട്ടടുത്ത എൻ്റെ വീട്, പക്ഷെ ഞങ്ങളെല്ലാവരും കോവിഡ് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് ട്രാവൻകൂർ ഹോട്ടലുണ്ടല്ലോ ലാൽ സാറിനും കൂടി ഇതുള്ള അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം നമ്മളെ ഒരു വണ്ടിയിൽ എല്ലാവരെയും കൊണ്ടുവരും. അങ്ങനെ ഭയങ്കര പ്രോട്ടോക്കോളായിരുന്നു. എന്നിട്ട് ഈ ഒരു നമ്മൾ ഹോട്ടൽ റൂം വിട്ടാൽ പിന്നെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ പക്ഷെ എന്ന് പറയുന്നത് ഒരു അടച്ച ഒരു മുറിയിൽ. അപ്പോൾ അങ്ങനെ 14 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു ലാൽ സാറിൻ്റെ കൂടെ. പക്ഷെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. അന്ന് ഞാൻ ലാൽ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആ ജനുവരി ഒരു ഓർമ്മയുടെ ഒരു സ്റ്റില്ലുണ്ടായിരുന്നു. ഞാനില്ല, ജയനൻ സാറും ജോർജ് സാറും ലാൽ സാറും കൂടി ഇങ്ങനെ നടന്നു പോകുന്നൊരു ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്തത്. അത് എൻ്റെ ഒരു കസിനോ മറ്റേ മിനോൾട്ടയുടെ ക്യാമറയിൽ. അപ്പോൾ പ്രിൻ്റ് ഔട്ടുകൾ എടുത്തിരുന്നല്ലോ. അപ്പോൾ അത് എൻ്റെ ഒരു കസിൻ എനിക്ക് അയച്ചു തന്നാണ്, ഞാനിങ്ങനെ ലാൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ. അപ്പം ഞാനതിങ്ങനെ കാണിച്ചു കൊടുത്തു സാറിനെ. സാർ ഇങ്ങനൊരു സംഭവമുണ്ട്. അയ്യോ ഇത് ജോഷിയാണല്ലോ, ഇത് ജാനനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഇത് കുറേ വർഷമായല്ലോ, അത് ശരി, ഇതിൽ അഭിനയിച്ചു അല്ലേ എന്നൊക്കെ ഇങ്ങനെ. സാറ് ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കും ലാൽ സാറിൻ്റെ കൂടെ എൻ്റെ ക്യാമറയിൽ. ഇതിന് 36 എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുണ്ട് അങ്ങനത്തെ ക്യാമറയിൽ. അപ്പം എന്നെ മാത്രം നിർത്തിയിട്ട് ആരും എടുക്കണില്ല. അപ്പോൾ ലാൽ സാർ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്, ലാൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഫോട്ടോ എടുക്കണ്ടേ. ഞാൻ പറഞ്ഞു വേണം, അന്ന് സെൽഫി പറ്റില്ലല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതാ ആളുടെ കൊടുക്കുക ക്യാമറ എന്ന് പറഞ്ഞിട്ട് ആരെയും ഒരാളെ പേര് എടുത്ത് വിളിച്ചിട്ട് അയാളുടെ അടുത്ത് ക്യാമറ കൊടുത്തിട്ട് എന്നെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് എൻ്റെ ക്യാമറയിൽ എന്നെ ഫോട്ടോ എടുത്ത്. അതെനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ആ ഫോട്ടോ എൻ്റെ ഇല്ല. അതെന്തുണ്ടായെന്ന് വെച്ചാൽ അന്ന് എടുത്ത ഫോട്ടോസ് മുഴുവൻ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ ആൽബത്തിൽ വെക്കില്ലേ, ആൽബം കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ എടുക്കും, ഇതിന്ന് ഓരോന്ന് നിൽക്കും. അങ്ങനെ എല്ലാ ഫോട്ടോസും എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതെനിക്ക് ഭയങ്കര സങ്കടം. ഭയങ്കര സുന്ദരനായിരുന്നില്ലേ? സുന്ദരനാണ്. അന്നെന്ന് പറയുമ്പോ ലേറ്റ് 80s 87, 88 ആ കാലഘട്ടത്തിലാണ്. ഭയങ്കര രസമായിരുന്നു. എല്ലാവരുടെയും എന്താ പറയാ ഒരു ഹാർട്ട് ത്രോബ്. അതെ 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 അതെ. അന്ന് അമ്മ ഞാനുമായിരുന്നു വീട്ടില് ഫാൻ ഫൈറ്റ്. അമ്മ അന്ന് മമ്മൂക്കയുടെ ആള്, ഞാൻ ലാലേട്ടനോട്. അപ്പൊ നമ്മളിങ്ങനെ പടം വരുമ്പോ അമ്മ ഇങ്ങനെ മമ്മൂക്കയ്ക്ക് വേണ്ടി വാദം വരാതെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെ അമ്മ അന്ന് ഇങ്ങനെ സംസാരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറയും എനിക്ക് ഇതാണ് ഇഷ്ടം, സാറാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിയിട്ടാക്കുക. അല്ല, മോഹൻലാലിന്റെ ആരാധികയായിട്ടുള്ള ആ പെൺകുട്ടി തന്നെ മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പ്രൊജക്റ്റിൽ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാവാൻ കഴിഞ്ഞു. അതൊരു ഹിസ്റ്ററിയുടെ ഭാഗമാണല്ലോ ലാൽ സാറിന്റെ ആദ്യത്തെ സംവിധാനം സംരംഭം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് എന്തൊരു ഭാഗ്യാണ് അല്ലേ. സിനിമ എനിക്ക് തന്ന കുറെ സൗഭാഗ്യങ്ങളില് വളരെ പ്രധാനപ്പെട്ട. ഡയറക്ട് ചെയ്യുന്നതും കാരണം ഈ കുട്ടിയുടെ കൂടെ തന്നെ എനിക്ക് നിൽക്കണല്ലോ. അപ്പൊ അങ്ങനെ കൂടെ തന്നെ അടുത്ത് തന്നെയാണ് സാറിന്റെ തലയിൽ ഇങ്ങനെ, അതിനകത്ത് പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇതിനകത്ത് ഇങ്ങനെ ടാറ്റു പോലെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, പാമ്പിനെയൊക്കെ ടാറ്റു ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആദ്യമൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ വരയ്ക്കുമായിരുന്നു. അപ്പൊ ഒരു 1.5 മണിക്കൂർ എടുക്കും അത് വരയ്ക്കാൻ. അപ്പൊ സാറ് ഇങ്ങനെ സിനിമകൾ കാണും ഫോണിൽ. ഒരു ദിവസം എൻ്റെ അടുത്ത് ഈ വരച്ചോണ്ടിരുന്ന ലിജു ആണെന്ന് തോന്നുന്നു, ലിജു വന്നിട്ട് എന്നോട് പറഞ്ഞു സാറ് ഭീമന്റെ വഴി കാണുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നു. അപ്പൊ എനിക്ക് സന്തോഷമായി, ഞാൻ അഭിനയിച്ച സിനിമയാണല്ലോ അന്ന്. ഞാൻ എന്നിട്ട് അവിടെ ഈ കൊച്ചിനെ പഠിപ്പിച്ചിട്ട് അവിടെ സാറ് വന്നപ്പോൾ ഞാൻ വേഗം എണീറ്റ് വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പടമൊക്കെ ഞാൻ കണ്ടു കേട്ടോ, കുഴപ്പമില്ല നന്നായി ചെയ്യുന്നുണ്ട്
അപ്പൊ എനിക്ക് മനസ്സിലായി ഏത് പടത്തെ പറ്റിയാ പറഞ്ഞെന്നുള്ളത് നേരത്തെ അറിഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ട് ആണ് സാർ അങ്ങനെ എന്നോടായിട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് പറയും, സാർ ഒരു ഗുഡ് മോർണിംഗ് പറയും, ചിരിച്ചോണ്ട് അങ്ങ് പോകും. എല്ലാ ദിവസവും ഇങ്ങനെ സാറിനെ കാണാം, സാറിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ മിണ്ടാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അപ്പോഴും ഇപ്പോഴും ഭയങ്കര ഒരു എന്നെ ഇങ്ങനെ പിറകോട്ട് പിടിച്ചു വലിക്കും. അവരൊക്കെ വളരെ എന്താ പറയാ, നമ്മൾ അങ്ങനെയാണ് കണ്ടേക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബിന്ദു? അവർക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അവര് വളരെ കൂളായിട്ടാണ് എല്ലാവരോടും ഇടപെടുന്നത്. എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ അത്ഭുതത്തോടു കൂടി ആ ജനറേഷൻ ഗ്യാപ്പിനെ നോക്കി കാണും. പിള്ളേരെന്ത് കൂളായിട്ടാ. അപ്പൊ എനിക്കും അങ്ങനെ പറ്റുമോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറ്റില്ല. നമ്മളങ്ങനെ ശീലിച്ചു ഉണ്ട് കുറെ കാര്യങ്ങൾ. അതുപോലെ ഒരാള് വീട്ടില് അല്ലെ നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് ഒരാൾ വന്ന് നമ്മള് ചാടി എണീക്കും. അതൊരു റിഫ്ലെക്സ് ആക്ഷൻ ആണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഞാനും ഇപ്പൊ പുതിയ തലമുറയിൽ ശ്രദ്ധിച്ചു, അവരൊക്കെ അതൊന്നും അങ്ങനെ എഴുന്നേറ്റ് നിന്നാലേ ബഹുമാനമാവൂ എന്നവര് വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പറ്റൂല. ഇപ്പോഴും ആരെങ്കിലും വന്നാൽ അറിയാണ്ട് എണീറ്റു. അതങ്ങനെ ഒരു ശീലായി. അപ്പം ഇപ്പോഴത്തെ പിള്ളേര് എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലേ? ഞാൻ വളരെ കൗതുകത്തോടെ നോക്കി കാണാറുണ്ട്. അവരുടെ പെരുമാറ്റവും രീതികളും സംസാരവും എല്ലാം ഭയങ്കര അവര് ബന്ധങ്ങളെ കാണുന്നതൊക്കെ ഭയങ്കര രസമായി. അതെ അതെ അതെ. നമ്മുടെയൊക്കെ ഒരു ജനറേഷനാണ് ബന്ധങ്ങളില് ഭയങ്കര പെട്ട് ആ കെട്ടുപാടില് കിടന്ന് ആ വേദന ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നവര്. അവര് ബാക്കിയുള്ളവർ ഇപ്പൊ ഉള്ള കുട്ടികൾ ഭയങ്കര കൂളാണ്. എല്ലാ കാര്യവും അവർക്കറിയാം. അവർക്ക് അതെങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള കൃത്യമായ ധാരണയുണ്ട്. നമ്മളാണ് ഈ വികാര ജീവികൾ അല്ലേ, അങ്ങനെ പറയണം. ഈ പറഞ്ഞ പോലെ ബന്ധങ്ങളുടെ ബന്ധനത്തിൽ പെട്ട് ഒഴുകുന്നവരാണ്. അതൊന്നും നമ്മള് രക്ഷപ്പെടാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. എത്ര ശ്രമിച്ചാലും ആ ഒരു ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആ രീതി ഉണ്ടല്ലോ, അതാണ് നമ്മളെ ഈ പിടിച്ചു വെക്കുന്നത്. അത് പെട്ടെന്ന് മാറ്റിയെടുക്കുന്നത് അത്ര എളുപ്പമല്ല. എന്നാലും നമ്മൾ കുറെ മാറി, തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. നമ്മുടെ റൈറ്റ്സിനെ പറ്റിയിട്ടും ഒക്കെ നമുക്കൊരു ബോധ്യം വന്നു അല്ലേ? നമ്മൾ പണ്ട് ശരി തെറ്റുകൾ തിരിച്ചറിയാൻ തുടങ്ങി. പണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന കുറെ മണ്ടത്തരങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അതായിരുന്നു ജീവിതം. ശരി, അതായിരുന്നു. പക്ഷെ ഇപ്പൊ അത് അങ്ങനെ അല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ തന്നെയാണ്. ഒരു അനീതി കണ്ടാല് അത് അനീതിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അല്ലേ? പണ്ട് നമ്മുടെ പേരൻസിനൊന്നും അത് അറിഞ്ഞിട്ട് പോലുമില്ല. അവരൊന്നും അനീതിയാണെന്ന് അറിഞ്ഞിട്ടും അവര് അതിന് വഴങ്ങി ജീവിച്ചിരുന്നവരാണ്. അതാണ് വലിയൊക്കെയാണ് ലൈഫിൽ ഓരോ തീരുമാനങ്ങള് എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പലതും അടിച്ചേൽപ്പിക്കപ്പെടുകയായിരുന്നു ജീവിതം. അപ്പൊ അതിൻ്റെതായ കുറെ പ്രോബ്ലംസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓവർകം ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയി പോയോ അറിയില്ല. അതുപോലെ തന്നെ ചേച്ചി, നമ്മളിപ്പോൾ ഈ സിനിമയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനൊക്കെ അത്യാവശ്യം പ്രയോറിറ്റി കൊടുക്കണം. അതെ. കാരണം നമുക്ക് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന പ്രൊജക്റ്റുകളിലൊക്കെ വിചാരിച്ച സ്പേസിലേക്ക് എത്തിപ്പെടണമെന്നില്ല. പിന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ കേന്ദ്രീകൃത ഇടങ്ങൾ തന്നെയാണ്. സ്ത്രീ സൗഹൃദമായിട്ട് പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. അപ്പൊ മെന്റൽ ഹെൽത്തിനൊക്കെ എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്? എപ്പോഴെങ്കിലും തെറാപ്പിയൊക്കെ സീക്ക് ചെയ്തിട്ടുണ്ടോ ചേച്ചി ജീവിതത്തില്? തീർച്ചയായിട്ടും. കാരണം അല്ലാതെ പറ്റില്ല. അതിപ്പോൾ സിനിമയിൽ വന്നതുകൊണ്ടൊന്നും മാത്രമല്ല, എനിക്ക് പേഴ്സണലി എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞൊരു സമയം 2014 ആയപ്പോൾ ഞാനിങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങി എനിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് വട്ടാ അങ്ങനെ നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ആ പറയുന്ന വട്ടത്തരം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ചില പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, അതൊന്നും വേണ്ട വിധത്തിൽ ചികിത്സിക്കപ്പെടുകയോ ശ്രദ്ധിക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പേരൻസിന് മനസ്സിലായിട്ടില്ല, നമ്മുടെ കൂടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ പ്രോബ്ലംസിനെ. പിന്നീട് നമ്മൾ ഒറ്റയ്ക്ക് വന്ന് ജീവിച്ച് പിന്നെ എന്താ പറയുക ലൈഫിനെ ഫേസ് ചെയ്ത് തുടങ്ങുമ്പോൾ സുഹൃത്തുക്കളിൽ ചിലരാണ് പറയുന്നത് നിനക്കൊരു തെറാപ്പിയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളൊരു ഡിസ്കഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പോണതും നമ്മളെ തിരിച്ചറിയണതും. അപ്പം എനിക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്താ പറയുക കെമിക്കൽ ഇംബാലൻസ് ഓഫ് ദി ബ്രെയിൻ
അങ്ങനെയുണ്ടൊരു വസ്തുത, മനസ്സിലായില്ലേ? നമ്മുടെ ബ്രെയിനിന്റെ കെമിക്കൽസ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ജീവിത രീതിയിലും നമ്മുടെ തോട്ട്സിലും ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അത് മൊത്തത്തിലുള്ള നമ്മുടെ ജീവിതത്തെ ബാധിക്കും. മറ്റുള്ളവരുടെ കണ്ണിൽ അവർക്കത് മനസ്സിലാവില്ല. ഒരുപക്ഷെ അവർ വിചാരിക്കും, ഓ അവൾക്ക് ഭയങ്കര അഹങ്കാരം, അവൾക്ക് തൻ്റെടാ, അല്ലെങ്കിൽ അവളുടെ സ്വഭാവം അങ്ങനെയാ, അവൾക്ക് കുറച്ച് വട്ടാ, അങ്ങനെ അങ്ങ് ജനറലൈസ് ചെയ്ത് പോകും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കൂടെയുള്ളവർ വ്യത്യസ്തമായിട്ട് പെരുമാറുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഇത് വേണം നമ്മുടെ ഉള്ളിൽ. നമ്മുടെ സുഹൃത്തുക്കൾ, അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെ സഹായിച്ചത്. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട് ഡിപ്രഷന്. ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും അറിയാണ്ട് പോകും. പക്ഷെ നമ്മുടെ പ്രവൃത്തികളിൽ വ്യത്യാസം വരുന്നുണ്ടാവാം. എന്നാൽ പോലും ഇതെന്താ എനിക്കിങ്ങനെ സംഭവിക്കുന്നത്, അല്ലെ ഞാൻ എന്താ ഇങ്ങനെ, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അതിനൊരു റീസൺ ഉണ്ടെന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞൊന്നും വരില്ല. അതൊരു ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ ഉള്ളത്, നമുക്ക് ശരിയല്ല എന്നിങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒരു തെറാപ്പി എടുത്താൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, മെഡിസിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ. ഞാൻ പറയണ ഈ കെമിക്കൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെഡിസിൻ കൊണ്ടേ അത് കറക്റ്റ് ചെയ്യപ്പെടുള്ളൂ. മനസ്സിലായില്ലേ? എത്രയോ പിള്ളേർ സൂയിസൈഡ് ചെയ്യുന്നു അല്ലേ? നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ എത്ര സൂയിസൈഡ് കേട്ടിട്ടുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കിയ ഒരു മരണമായിരുന്നു ചിന്നു പാപ്പു എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോഗർ. ആ കുട്ടിയുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ചിരിച്ച് പൊട്ടി ചിരിച്ചിട്ടാണ് ആ കുട്ടി സംസാരിക്കുക. അല്ലെങ്കിൽ അവളുടെ സംസാരം കേട്ട് നമ്മൾ ചിരിക്കും. ആ കുട്ടി കാസർഗോഡ് സ്ലാങ് ആണ്. അപ്പൊ അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. ആ കുട്ടി സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അത്രയും ചിരിച്ച് കളിച്ച് നടക്കുന്ന കുട്ടികളുടെ ഉള്ളിലും ഇത്ര ഡീപ്പായിട്ടുള്ള ഡിപ്രഷനും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഒരു മരണം, ഒരു സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല ബിന്ദു. നമ്മുടെയൊക്കെ ലൈഫിലും സൂയിസൈഡ് ചെയ്യേണ്ട പോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ചെയ്യാഞ്ഞതാ. മനസ്സിലായോ? ധൈര്യം വേണം. അപാര ധൈര്യമുള്ളവർക്കേ സൂയിസൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടികളൊക്കെ എന്തിനാ മരിച്ചേ? ഗെയിമിന് അടിപ്പെട്ട് മരിക്കുക. 3 പെൺകുട്ടികൾ ടെറസിന്റെ മുകളിൽ നിന്ന് ചാടി 12ാം നിലയിൽ നിന്ന് വീണ്, അതും 9, 10, 12 ഒക്കെ വയസ്സുള്ള പിള്ളേര്. എങ്ങോട്ടാ നമ്മുടെ ലോകം പോണത്? അപ്പൊ പിള്ളേരെയൊക്കെ ചെറുപ്പം മുതൽ ശ്രദ്ധിക്കണ്ടേ? ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിലേ എനിക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ ആരും തിരിച്ചറിഞ്ഞില്ല. നമ്മളെന്തോ കുരുത്തം കൊണ്ട് സൂയിസൈഡിനെ പറ്റിയൊന്നും അന്ന് അറിയില്ല. മനസ്സിലായില്ലേ? നമുക്ക് അങ്ങനത്തെ ഒന്നും നമ്മൾ കേട്ടിട്ടുമില്ല. ആത്മഹത്യ ചെയ്തു എന്ന് പറയണമൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു പോംവഴി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ വരെ എത്തി. അപ്പോഴത്തേക്ക് ഭാഗ്യത്തിന് ഡോക്ടറൊക്കെ കണ്ട് തലയൊക്കെ ഒന്ന് ലെവലാക്കി. അതുകൊണ്ട് ജീവിച്ചു പോകുന്നു. ഭയങ്കര കഷ്ടമാണ് സത്യം പറഞ്ഞാല്. നമ്മളെ തിരിച്ചറിയാന്നുള്ളത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് നേരത്തെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേപോലെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആവുക, ഫിനാൻഷ്യലി സുരക്ഷിതത്വം ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഇപ്പൊ ഈ സിനിമയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പക്ഷെ എല്ലാ പ്രൊജക്റ്റുകളും നമുക്ക് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടണം എന്നില്ല. നമ്മൾ ചിലപ്പോൾ ബാർഗൈൻ ചെയ്യേണ്ടി വരും. നമ്മൾ ചോദിച്ച സാധനം തരത്തില്ല. ചിലപ്പോ ചോദിച്ച സാധനം അവര് കുറച്ച് പറയുന്ന നെഗോഷ്യബിൾ സാധനം പോലും നമുക്ക് ഇപ്പോഴും കിട്ടാനുള്ളത്. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ, പേയ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ ചേച്ചി നേരിട്ടത്? അത് ഈ പറഞ്ഞ പോലെ ഞാൻ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുകയാണ്. പേയ്മെന്റിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഇമ്പ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പൈസ എത്ര ചോദിച്ചാലും അതിൻ്റെ പകുതിയൊക്കെ അവർ പറയുള്ളൂ. അയ്യോ ചേച്ചി അത്രയൊന്നും തരാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്നവരോട് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്നെ പോലെ സ്ത്രീകളിൽ തന്നെ നല്ലോണം എസ്റ്റാബ്ലിഷ്ഡ് ആയവർക്ക് ശമ്പളം കൃത്യമായി കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ശമ്പളം കിട്ടുന്നുണ്ടാവാം. പക്ഷെ എന്നെ പോലെയുള്ള ചില ആർട്ടിസ്റ്റുകൾക്കൊന്നും കൃത്യമായിട്ടൊരു വരുമാനം, എത്ര രൂപയാണ് നിങ്ങളുടെ ശമ്പളം പെർ ഡേ, അത് ഞങ്ങൾക്കൊന്നും അറിയില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അവര് അതിന്റെ പകുതിയിലൊക്കെ കൊണ്ടെത്തിക്കും. പിന്നെ നമ്മൾ നിവൃത്തിയില്ലല്ലോ, വേറെ ജോബ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. ആ പറഞ്ഞ പൈസ തന്നെ ഒന്ന് മേടിച്ചെടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഷൂട്ട് കഴിഞ്ഞാലും വിളിച്ചുകൊണ്ടിരിക്കുക, ചേട്ടാ ഒന്ന് പൈസ ഇടുവോ, ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പറയേണ്ടി വരികയാണ് ബിന്ദു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു ട്രോമ എന്ന് പറയുന്നത്. കുറെ വർഷങ്ങളായിട്ട് ഉള്ളത് ഒരു കാര്യം. അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ പറയുന്നു ഒരു എത്രയാണ് നിങ്ങളുടെ റെമ്യൂണറേഷൻ ചോദിക്കുന്നു, നമ്മളൊരു പൈസ പറയുന്നു, അവർ പറഞ്ഞു അത് കുറയ്ക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ ഗതികേട് കൊണ്ട് ഓക്കെ ശരി ചെയ്യാമെന്ന് പറയുന്നു.
മിക്കവരും നമുക്ക് ഇതിട്ട് തരില്ല, അഡ്വാൻസ് ഒന്നും ഇട്ട് തരില്ല. ചില ആൾക്കാർ മാത്രമേ അഡ്വാൻസ് ഇട്ട് തരുള്ളൂ. അപ്പം ഈ അഡ്വാൻസ് ഇട്ട് തരുന്നതൊക്കെ വളരെ അപൂർവമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് വരെ ഇത്ര വർഷമായില്ലേ ബിന്ദു, ഒരു കോൺട്രാക്ട് പോലും ഞാൻ സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഒരു സീരിയൽ ചെയ്യുമ്പോഴാണ് ഞാനൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. ബാക്കി ഒരു സിനിമയിലും ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രതിഫലം എന്താണെന്ന് അവര് നിശ്ചയിക്കുന്നു, അവര് തരുന്നു, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ തരുന്നു. നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ, എനിക്കിപ്പം പ്രശ്നം എന്താന്ന് വെച്ചാല് സാമ്പത്തികമായിട്ട് വേറെ നമുക്ക് സോഴ്സസ് ഒന്നുമില്ല, ഇൻകം. അപ്പോൾ ഇത് കിട്ടിയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ആണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. പക്ഷെ മുന്നോട്ട് പോകും തോറും കോമ്പറ്റീഷൻ കൂടുകയാണ്. അതായത് ഞാൻ മഹേഷിന്റെ പ്രതികാരത്തിൽ വന്ന അതിനെ തുടർന്ന് എനിക്ക് വളരെ അടുപ്പിച്ച് കുറേ പടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ അവസ്ഥയല്ല ഇപ്പോൾ. ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. പിന്നെ പുതിയ പിള്ളേര് സിനിമ ചെയ്യുമ്പോൾ അവർക്ക് പുതിയ ആൾക്കാരെ പരീക്ഷിക്കാനാണ് താല്പര്യം. പഴയ ആൾക്കാരെ ഇപ്പം ഞാൻ തന്നെ ചെയ്യണം, അല്ലെ ഷാൻ ചേച്ചി ഈ റോള് ചെയ്യണം എന്ന് പറഞ്ഞ സംവിധായകർ വളരെ കുറവാണ്. മനസ്സിലായില്ലേ? ആരംഭം അങ്ങനെ വന്നു. ഈ വർഷം ആദ്യം വന്ന പടം അങ്ങനെ ഒരു പടമാണ്, അത് എന്നെ തന്നെ വിളിച്ച് ചെയ്യിച്ചാണ്. അതുപോലെ വിശേഷം ടോം സൂരജിന്റെ, അതൊക്കെ എന്നെ ഡയറക്ടർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് കഥ പറഞ്ഞ് അങ്ങനെ. മറ്റേത് അങ്ങനെയല്ല, തലേ ദിവസം വിളിക്കും, ചേച്ചി എറണാകുളത്തുണ്ടോ? ഉണ്ട്. നാളെ ഒരു ഷൂട്ടുണ്ടേ, കറുകുറ്റി, രാവിലെ ഒരു 6 മണിയാകുമ്പോൾ വണ്ടി വിടാം, വരണേ. ആരുടെ പടം? അത് ഇന്നയാളുടെ പടമാണ്, ഇന്നയാൾ ഡയറക്ടർ, ഇന്നയാൾ നായകൻ. അപ്പൊ നമുക്കത് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോകും. അപ്പോഴും പൈസ പറയുന്നില്ല, എത്രയാണ് നിങ്ങളുടെ ശമ്പളം എന്ന് ചോദിക്കില്ല, ഒന്നും പറയില്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. ഞാൻ ചോദിക്കില്ല ബിന്ദു, എനിക്കതൊരു, ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, നോ പറയാൻ പഠിക്കണം എന്ന് പറഞ്ഞ പോലെ ശമ്പളം ചോദിക്കാനും പഠിക്കണം. പക്ഷെ എനിക്ക് അത് വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോ കുറച്ച് നല്ല ബാനറാണ്, നല്ലൊരു ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് ചോദിക്കാനൊരു നല്ലൊരു വേഷമാണ്, ഇന്ന ആളുടെ കൂടെയാണ് അഭിനയിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മള് എന്തെങ്കിലും ആവട്ടെ ചെയ്യാം, അങ്ങനെ വിചാരിക്കും. അങ്ങനെ ചെയ്ത പടങ്ങളുണ്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ 2 സിനിമ ആകെ ചെയ്തിട്ടുള്ളൂ. സർവമായും മെഡിക്കൽ മിറക്കിൾ എന്ന് പറഞ്ഞിട്ട്, അതിപ്പോ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ 2 പടവും 3-4 അഡ്വർടൈസ്മെന്റ്സും ആണ് ഞാൻ ആകെ ചെയ്തത്. ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും കുറവ് വർക്ക് വരുന്നത്. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ റീസൺസും ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ അത്ര സജീവമായില്ല. അതിനുശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഒക്കെ, ഡയറക്ടേഴ്സിനെയൊക്കെ വിളിക്കുമ്പോൾ അവരുടെയൊക്കെ പടങ്ങൾ തുടങ്ങി, കാസ്റ്റിംഗ് കഴിഞ്ഞു, ഇതിലൊന്നുമില്ല ചേച്ചി, അടുത്തതിന് നോക്കാം, അങ്ങനെയൊക്കെയാണ് പറയണതേ. പക്ഷെ നമുക്കൊരു ഉറപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം ഉണ്ട്, ഈ മാസം നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാവുമോ, ഉണ്ടായാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ മാറി ചിന്തിക്കേണ്ടി വരുമോ, ഇനി വേറൊരു ജോലി ശ്രമിക്കേണ്ടി വരില്ലേ? അപ്പോൾ കുറേ പേര് എന്നെ ഉപദേശിക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് വേറെ എന്തെങ്കിലും കൂടെ നോക്കൂ. അപ്പോൾ എനിക്ക് കോർപ്പറേറ്റ് ലോകത്തുനിന്ന് മടുത്തിട്ട് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. ഇഷ്ടം പോലെ ഓഫീസുകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, അഡ്മിനിൽ, HR-ലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, വിദേശത്തടക്കം. അപ്പോൾ അതൊക്കെ കോർപ്പറേറ്റ് ലെവലിലുള്ള, അതൊക്കെ എന്നെ മടുപ്പിച്ചിട്ടേ ഉള്ളൂ. എത്ര ശമ്പളമുള്ള ജോലിയായാലും അന്നൊക്കെ ഈ രാവിലെ 8:30-ക്ക് ലോഗിൻ ചെയ്യുക, വൈകിട്ട് 4:30-ക്ക് ലോഗ് ഔട്ട് ചെയ്യുക, സാറ്റർഡേ സൺഡേ അവധി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. പക്ഷെ സിനിമയിൽ ചെന്നപ്പോൾ രാവിലെ 6 മണിക്ക് പോയാൽ ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ 5 മണിക്കൊക്കെ വരേണ്ട ഇതുണ്ടായിട്ടുണ്ട്. ഒരു മടുപ്പില്ല. നമുക്ക് ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ അത് കിട്ടുന്നത് സിനിമയിൽ നിന്ന് തന്നെയായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഉണ്ടായൊരു മാറ്റം എന്താന്ന് വെച്ചാൽ, പുതിയ ഫെഫ്ക നിയമപ്രകാരം 12 മണിക്കൂറേ ജോലിയുള്ളൂ. അപ്പൊ അതിന്റെ ഗുണം കിട്ടുന്നത് സത്യം പറഞ്ഞാൽ എന്നെ പോലെയുള്ള ആക്ടേഴ്സിനാണ്. അതായത് നമ്മളിപ്പം ഒരു ദിവസത്തെ പെർ ഡേ ശമ്പളം പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു പക്ഷെ രാവിലെ 6 മണിക്ക് നമ്മൾ ലൊക്കേഷൻ ചെന്നാൽ രാത്രി 12:30, 1 മണിക്കൊക്കെ വീട്ടിൽ വരേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പക്ഷെ ഈ ബാക്കിയുള്ള ലൈറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ക്യാമറയിലത്തെ ആൾക്കാർക്കൊക്കെ അവർ കോൾ ഷീറ്റിനാണ് വർക്ക് ചെയ്യുക. 9 മണി കഴിഞ്ഞാൽ അവരുടെ അടുത്ത ബാറ്റ് കയറും. അപ്പൊ അവർക്ക് അത് ലാഭമാണ്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ഒരു ഡേയിൽ തന്നെയാണ് വരിക. പെർ ഡേ പറഞ്ഞത് 12 മണിക്കൂറാവാം, ചിലപ്പോൾ 14 മണിക്കൂറാവാം. നമ്മുടെ ശമ്പളത്തിൽ മാറ്റം വരുന്നില്ല. പക്ഷെ ഇപ്പൊ 6 to 6 ആണെങ്കിൽ അങ്ങനെ, 8 to 8 ആണെങ്കിൽ അങ്ങനെ, 9-നാണ് സിനിമ തുടങ്ങുമെങ്കിൽ രാത്രി 9 വരെ, അങ്ങനെയാണ്. 12 മണിക്കൂർ പാടുള്ളൂ എന്നൊരു നിയമം പുതിയത് വന്നിട്ടുണ്ട്. അത് കുറച്ചൊരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഹെക്റ്റിക്കായി പോകും. പക്ഷെ പൈസയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല.
പേയ്മെന്റിന്റെ കാര്യത്തിലൊന്നും ഒരു ഷുവർട്ടി ഇല്ല. കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ ഇല്ല. ഇപ്പോഴും എനിക്ക് ചില പടങ്ങളുടെയൊക്കെ പൈസ പെൻഡിങ് കിട്ടാനുണ്ട്. പിന്നെ വഴക്കുണ്ടാക്കി വാങ്ങാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ ബിന്ദു, മനസ്സിലായില്ലേ? പണിയെടുത്ത പൈസക്ക് വേണ്ടിട്ട് നമ്മൾ ചേട്ടാ ഒന്ന് പൈസ തരുമോ. അപ്പൊ അവര് ചില ആൾക്കാർ ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യും. അതിന് നിങ്ങൾ ഇത്ര ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം ഞാൻ എഴുതി വെക്കും. 17 ദിവസം വർക്ക് ചെയ്ത് ചേട്ടാ 10 ദിവസമല്ലേ പറഞ്ഞു, ഞാൻ 17 ദിവസം വർക്ക് ചെയ്തപ്പോ എനിക്ക് കുറച്ച് പൈസ കൂടുതൽ തരണ്ടേന്ന് ചോദിച്ചാൽ വഴക്കായി. ഇതാണെന്നൊക്കെ പറഞ്ഞ് ചിലര് ചൂടാവും. ഇപ്പൊ നമ്മള് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറിന്റെ ഒരു പ്രശ്നം വിവാദം നടന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ചില ആക്ടേഴ്സ് ഒക്കെ ഇതേപോലെ ഡേറ്റ്സ് കൊടുക്കും, അങ്ങനത്തെ കുറച്ച് ഫിനാൻഷ്യൽ ഇടപാടുകൾ. അപ്പൊ ശരിക്കും ആക്ച്വലി ഈ കാസ്റ്റിംഗിലേക്കൊക്കെ വരുമ്പോൾ അത്തരത്തില് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഒരു ഇടപെടൽ ശരിക്കും ഉണ്ടാവാറുണ്ടോ? എൻ്റെ അനുഭവത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ മിക്കവാറും നമ്മൾ വിളിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ആയിരിക്കും. 2 ദിവസം 3 ദിവസം ചേച്ചിക്ക് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ തിരിച്ചു കോണ്ടാക്ട് ചെയ്യുന്നത് അവരെയൊക്കെ തന്നെയാണ്. വർക്ക് എന്തൊക്കെ ഒന്നും വിളിക്കാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന് മെസ്സേജ് അയക്കും, വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എൻ്റെ അടുത്ത് പക്ഷേ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സൊക്കെ നല്ല പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് കൃത്യമായിട്ട് പൈസ വാങ്ങിത്തരും. അതുപോലെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പൊക്കെ പൈസ കയറിയിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ, മനസ്സിലായോ? അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇൻഡസ്ട്രിയിൽ എല്ലാവരും മോശക്കാരൊന്നുമല്ല. പക്ഷെ ചില ആൾക്കാർ ഇതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് എന്തുകൊണ്ടാണ്? അവർക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടാണോ? നമ്മളൊക്കെ നിസ്സാര പൈസക്ക് വർക്ക് ചെയ്യുന്നവരല്ലേ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അത് എന്തിനാണ് പോസ്റ്റ്പോൺ ചെയ്യുന്നത്? നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരല്ലേ. ലക്ഷങ്ങൾ മേടിക്കുന്നവരുണ്ട്, അഡ്വാൻസ് ഒക്കെ തന്നെ ലക്ഷങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നില്ലല്ലോ ബിന്ദു. നമ്മുടെ ഇൻകം ഭയങ്കര എന്താ പറയാ ലിമിറ്റഡ് ഇൻകത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ സാലറി ഒന്നും പിടിച്ചു വെക്കാതെ ജോലി കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അത് തന്നാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതെ, ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ ചേച്ചിയുടെ ഏജിലുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. പിന്നെ അല്ലാതെ തന്നെ പുതിയ ആൾക്കാർക്ക് പുതിയ ഫേസസ് വേണം എന്നുള്ളത് ഒരു അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ അടുത്തൊരു സ്റ്റോറി ചെയ്തിരുന്നു. 2015 ശേഷം വാർപ്പ് മാതൃകളെ പൊളിച്ചടുക്കിയിട്ടുള്ള അമ്മ വേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സിലെ അമ്മ, ആവേശത്തിലെ അമ്മ, അങ്ങനെ കുറെ നരിവേട്ടയിലെ ചേച്ചിയുടെ അമ്മ വേഷം, അങ്ങനെ ഒരുപാട് അമ്മ വേഷങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ആക്ച്വലി ചേച്ചി നമ്മൾ പണ്ടത്തെ സിനിമകളൊക്കെ സത്യനന്ദിക്കാട് സാറിന്റെ സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു ചായക്കട, ഒരു എന്താണ് ഒരു കരയോഗം, അമ്പല കമ്മിറ്റി, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ. അതൊന്ന് എത്രയോ ഇന്ന് ചുരുങ്ങി. അതൊരു റീസൺ അല്ലേ ആക്ച്വലി അവസരം കുറഞ്ഞതിന്റെ? തീർച്ചയായിട്ടും. ഇപ്പൊ ഉള്ള സ്റ്റോറീസ് ഒക്കെ കൂടുതലും പണ്ടും അതേ മെയിൽ ഓറിയന്റഡ് മൂവീസ് തന്നെയായിരുന്നു. പക്ഷെ അമ്മ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇപ്പൊ സുകുമാരി ചേച്ചി, അമ്മായിമാരുണ്ടാവും, അമ്മായിമ്മമാരുണ്ടാവും. നമ്മുടെ തൃശ്ശൂരുള്ള ചേച്ചി അമ്മായിയമ്മയായിട്ട് വന്നിട്ട് വീട്ടില് മറ്റേ കടിഞ്ഞൂൽ കല്യാണത്തിലൊക്കെ, കടിഞ്ഞൂൽ കല്യാണം അല്ലല്ലോ, അമ്മായിയമ്മയാണോ? അല്ല, ജയറാം, ശ്രീനിവാസൻ, ഉർവശി, പാർവതി ഒക്കെ അഭിനയിച്ച ഒരു പടത്തില് KPSലുള്ളത് ഞാൻ തോന്നുന്നു അമ്മ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മയുടെ അമ്മ കയറി വരും. എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് ഭക്ഷണം, എനിക്ക് തീരെ വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് തന്നെ ആ പടം. അതിനകത്തൊക്കെ പൊന്മുട്ടിയുടെ തറവല്ല, അത് വേറെ. ഇത് ശ്രീനിവാസന്റെ ഒരു സിനിമയാണ്. പക്ഷെ ആ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന എഞ്ചിനീയർ ആയിട്ട് അതെ ഫിലോമിന ചേച്ചി. അതൊക്കെ എന്തൊരു ക്യാരക്ടറായിരുന്നു. അഞ്ഞൂറാൻ മറ്റേ അതിനകത്തെ അച്ചമ്മയല്ലേ, ആനപ്പാറയിലെ അച്ചമ്മയാണ് ഫിലോമിന ചേച്ചി. എന്തൊരു, അതുപോലെ ബോയിങ്ങിലത്തെ സുകുമാരി ചേച്ചി ചെയ്ത ക്യാരക്ടറൊക്കെ എന്റെ ഡ്രീം റോളാണ് അതൊക്കെ. അങ്ങനെയൊന്നും ഒരു ക്യാരക്ടർ വരുന്നില്ല ഇപ്പൊ, മനസ്സിലായില്ലേ? ഇപ്പൊ അങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക്, പ്രത്യേകിച്ച് അമ്മ കഥാപാത്രങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. വെറുതെ ഒരമ്മ, വെറുതെ ഒരച്ഛൻ, അത്രയൊക്കെ ഉള്ളൂ. വളരെ എന്താ പറയാ, എന്തെങ്കിലും ചെയ്യാനുള്ളതായിട്ട് ഇപ്പൊ ഞാൻ ആരംഭം അടക്കം 96 സിനിമയായി ഞാൻ. പക്ഷെ എന്തെങ്കിലും അഭിനയിച്ചത്, എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുന്ന വിരലിൽ എണ്ണാവുന്ന സിനിമകളേ ഉള്ളൂ നമുക്കൊരു. അതിലെന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമാണ് ജൂണിലെ അമ്മ. മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞാല്, മഹേഷിന്റെ പ്രതികാരം എന്നും അത് വേറിട്ട് നിൽക്കും. നമ്മുടെ ആദ്യത്തെ സിനിമ.
പിന്നെ എന്താ പറയാ, അത് ആ സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്ട്. Breakthrough. അതെ. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ജൂണാണ്. ജൂണിൽ അർജുന അശോകന്റെ അമ്മയായിട്ട് വരുന്നത്. അതെല്ലാരും ഇപ്പൊ ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോ ആൾക്കാരെ എടുത്ത് പറയുന്ന ഒരു ഇതാണ്. ജൂണില് അർജുന അശോകന്റെ അമ്മയായിരുന്നില്ലേ എന്ന് ചോദിക്കും. പറയുമ്പോ ഒരു സീനേ ഉള്ളൂ ഞാൻ. കുറച്ച് എക്സ്റ്റൻഡഡ് സീനാണ് അത്. അതെ. അത് ആ രജിഷയും ഞാനും അർജുനും കൂടെ ഉള്ള ഒരു സീനാണ്. അതെനിക്ക് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തതാണ്. പക്ഷെ എല്ലാവർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെയുള്ള വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളൂ. മറ്റേതൊക്കെ ഇങ്ങനെ വെറുതെ സൺഡേ ഹോളിഡേയിൽ നല്ലതായിരുന്നു. ആസിഫ് അലിയുടെ കൂടെ അതെനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വേഷം. ഭീമന്റെ വഴി, കുഞ്ചാക്കോവന്റെ അമ്മയായിട്ട്. അങ്ങനെ കുറച്ചിങ്ങനെ കക്ഷി അമ്മണിപ്പിള്ള, വിശേഷം. അതെ അതെ, വിശേഷമൊക്കെ നല്ല ഇതായിരുന്നു. അങ്ങനെ പിന്നെ ചില പടങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് മുങ്ങിപ്പോകും. അങ്ങനെയുണ്ട്. ചില പടങ്ങൾ വിജയിക്കാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ത്രൂ ഔട്ട് ചെയ്തൊരു പടമായിരിക്കും, പക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോകും. അതേസമയം കൂടോത്രത്തില് നല്ല ലെങ്തി റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ഹിറ്റ് സർവമായ അതില് ഒരു വളരെ ചെറിയ സീൻ, 1 മിനിറ്റ് പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എത്രയോ പേരാന്നറിയോ കണ്ടു. കാരണം പടം സൂപ്പർ ഹിറ്റ് ആയപ്പോ അത്ര ആൾക്കാർ കാണണം. അപ്പൊ അവര് കണ്ടുട്ടാ സർവമായ. ചെറിയ റോളാണ്, എന്നാലെന്താ നന്നായിട്ടുണ്ട്. ആ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടണമെങ്കിൽ പടം ശ്രദ്ധിക്കപ്പെടണം. അപ്പൊ എത്ര ചെറിയ റോളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ ചിലത് ത്രൂ ഔട്ട് ചെയ്താലും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ. ചേച്ചി, തരുൺ മൂർത്തിയുടെ മോഹൻലാൽ സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളികൾ ഒരുപാട് പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രമോദേട്ടനെ ഇന്റർവ്യൂ എടുത്തപ്പോൾ പ്രമോദേട്ടൻ അതിന്റെ ഒരു ചെറിയ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. ചേച്ചി തരുൺ മൂർത്തിയുടെ സിനിമകളിൽ അസിസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉള്ള ഒരാളാണ്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ പുതിയ സിനിമേന്റെ എന്തെങ്കിലും അപ്ഡേഷൻസോ അല്ലെങ്കിൽ തരുൺ എപ്പോ പടം ചെയ്യുമ്പോഴും. ഓപ്പറേഷൻ ജാവയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സൗദി വെള്ളക്കയില് തരുൺ എന്നെ അമ്മ ക്യാരക്ടർ ചെയ്ത ആന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൽ അസിസ്റ്റൻ്റായിട്ട് തന്നെ വർക്ക് ചെയ്തു. അതിലൊരു ചെറിയ വേഷം ചെയ്യുകയും ചെയ്തു. പിന്നീടുള്ള സിനിമയിൽ പിന്നെ തുടരുമില് എനിക്ക് വേഷമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഏത് ഡയറക്ടേഴ്സ് പടം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ചോദിക്കും, എനിക്ക് ഒറ്റ വേഷമല്ലോ ഉണ്ടോന്ന്. അങ്ങനെ തരുണിനോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ തരുൺ പറഞ്ഞു, ചേച്ചിക്ക് ഇനി ഒരു സീനായിട്ട് ഞാൻ ഇനി തരില്ല, കുറച്ച് ലെയേഴ്സ് ഉള്ള, കുറച്ച് ഡെപ്ത് ഉള്ള ക്യാരക്ടർ തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വിളിക്കും. അങ്ങനെ ഒരു മെസ്സേജ്, ആ വോയിസ് മെസ്സേജ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായിരുന്നു തരുണിന്റെ റിപ്ലൈ. അപ്പൊ ഞാൻ അതിൽ വിശ്വസിക്കുന്നു, തരുണിനെ വിശ്വസിക്കുന്നു. തരുൺ എപ്പോഴെങ്കിലും എന്നെ വിളിക്കും, നല്ലൊരു ക്യാരക്ടർ എനിക്ക് തരും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ തരുണിന്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, തരുണിന്റെ സെറ്റ് ഭയങ്കര ജനാധിപത്യപരമായിട്ടുള്ളൊരു സെറ്റായി. തീർച്ചയായിട്ടും അതായിരിക്കും അദ്ദേഹത്തിന്റെ വിജയം. ഇപ്പൊ നാഷണൽ അവാർഡ് അടക്കം അവസാന സിനിമ ലാലേട്ടനൊപ്പം, ഇപ്പൊ അടുത്ത നെക്സ്റ്റ് ലാലേട്ടനൊപ്പം. ഭയങ്കര ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് തരുൺ. സിനിമ അത്രയും പാഷനേറ്റ് ആയിട്ടാണ് അയാൾ പടത്തിനെ സമീപിക്കുന്നത്. നമ്മൾ ചില ഡയറക്ടേഴ്സ് ഇല്ലേ, ഒരു പടം ഇങ്ങനെ, ഇപ്പം മഹേഷിന്റെ പ്രതികാരം തന്നെ, ദിലീഷ് പോത്തൻ്റെ ആദ്യത്തെ പടം, അതുപോലെയാണ് തരുണിന്റെ ഓപ്പറേഷൻ ജാവയും. അപ്പൊ നമ്മൾ പിന്നെ കാത്തിരിക്കും. നമ്മൾ സത്യനന്ദിക്കാട് സിനിമകൾ, സിബി മലയിൽ സിനിമകൾ, കമൽ സിനിമകൾ, അങ്ങനെയല്ലേ നമ്മൾ ഡയറക്ടേഴ്സിന്റെ പേരിലാണ് നമ്മൾ സിനിമകൾ കാത്തിരുന്നിരുന്നത്. എൻ്റെ അനിയത്തി എപ്പോഴും പറയായിരുന്നു സത്യനന്ദിക്കാട് സിനിമകളാണ് അവളുടെ ഫേവറേറ്റ്. അപ്പൊ എപ്പോഴും ഇനി എന്നാണ് സത്യനന്ദിക്കാടിന്റെ അടുത്ത പടം വരിക, അങ്ങനെ കാത്തിരിക്കും. മാഗസിനുകളൊക്കെ തപ്പോ എന്നാണ് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അത്രയും ഒരു കൊതിയാണ്. അതുപോലെയുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഡയറക്ടേഴ്സാണ് ഈ ദിലീഷ് പോത്തൻ, തരുൺ മൂർത്തി, ഇവരൊക്കെ അനുരാജ്, അവരൊക്കെ ഈ കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ. അപ്പൊ നമ്മൾ തരുൺ മൂർത്തിയുടെ പടങ്ങൾ തുടരെ സക്സസ് ആവുന്നു. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കും, അടുത്ത പടം വരണം, കാണണം തരുണിന്റെ പടം അല്ലേ. അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് തരുന്ന ഡയറക്ടേഴ്സാണ്. അത് ഭയങ്കര. അപ്പൊ അവരുടെയൊക്കെ കൂടെ നമ്മൾ കോപ്പറേറ്റ് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ജീവിതത്തിൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്കെന്നും എൻ്റെ പ്രിയപ്പെട്ട ഒരു സംവിധായകരിൽ ഒരാളാണ് തരുൺ മൂർത്തി. നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ചിലരുണ്ട്. ഞാൻ വെറുതെ ഒരു സീൻ അഭിനയിക്കാൻ ചെന്ന ഓപ്പറേഷൻ ജാവയിൽ. പക്ഷെ ഞാനിങ്ങനെ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു എന്നൊക്കെ തരുൺ അറിഞ്ഞു തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സീനിലും ഓരോ പോർഷനിലും അഭിപ്രായം ചോദിക്കും. ഈ ഡയലോഗ് ഇവിടെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ തോന്നുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മളെ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സംവിധായകർ വളരെ കുറവാണ്. മറ്റേ നമ്മളൊരു സെറ്റ് ചെല്ലുന്നു, ഡയറക്ടറൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, അവർ സംസാരിക്കുന്നു, ചിലർ സംസാരിക്കത്തില്ല, അസോസിയേറ്റ് വന്നതേ ഡയലോഗ് ഇതാണ് ചേച്ചി പറഞ്ഞു തരുന്നു പോകുന്നു, കഴിഞ്ഞു.
അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരു ബോണ്ടൊന്നും എല്ലാ സിനിമയിലും ഒന്നും ഉണ്ടാവില്ല, ഡയറക്ടേഴ്സായിട്ടോ ക്രൂ ആയിട്ടൊന്നും. പക്ഷെ ചില സിനിമയിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ പടത്തിലോട്ട് അങ്ങ് അലിഞ്ഞു ചേരും. അത് നമ്മുടെ ഒരു സീനായാലും ശരി, 2 സീനായാലും ശരി, അങ്ങനെയുണ്ട് ചില സെറ്റുകൾ. അതാണ് ഈ മാഷിന്റെ പ്രതികാരത്തിലും സൗദികളിലേക്ക് ആയാലും ഓപ്പറേഷൻ ജാവയായാലും പിന്നെ കശ്യമണിപ്പിള്ള, അത് ദിൻജിത്ത് അയ്യത്താൻ എടുത്തു പറയേണ്ട ഒരു ഡയറക്ടറാണ്. ഭയങ്കര നല്ലൊരു ഡയറക്ടറാണ്, നല്ലൊരു പെരുമാറ്റം. എപ്പോഴും എനിക്ക് ദിൻജിത്ത് എന്ന് പറയുമ്പോൾ ചിരിച്ചൊരു ഫേസാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒരു ചെറിയ നുണക്കുഴിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചിരിക്കുന്ന ഒരു ദിൻജിത്തിനാണ്. ബാഹുലും അതെ, അങ്ങനെ ഒരു ആൾക്കാരാണ് അവര്. എന്ത് പറയുമ്പോഴും ഒരു ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ ഒരു ഒച്ച ഉണ്ടാക്കുവോ, ഇതൊന്നും ഇവരുടെ ഒന്നും സെറ്റുകളിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഒരു ബഹളോ ഒന്നും ഉണ്ടാവില്ല. വളരെ കാമൻ കൂളായിട്ട് വർക്ക് ചെയ്യുന്ന, നമുക്കും വർക്ക് ചെയ്യാൻ പറ്റും. നമ്മളും ഭയങ്കര പീസ്ഫുൾ ആവും, ഹാപ്പി ആവും. അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പേയ്മെന്റിന്റെ ഇഷ്യൂ പറഞ്ഞല്ലോ ചേച്ചി, അതേപോലെ തന്നെ ഇപ്പൊ സെറ്റുകളിലാണെങ്കിൽ പോലും നമ്മളിപ്പോ ഒരു സെക്കൻഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ട്രീറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ആദ്യകാലങ്ങളിലൊക്കെ അതെന്ന് വെച്ചാൽ കുറച്ച് 2-3 വർഷം കഴിഞ്ഞിട്ട് പോലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ ഇരിക്കാനും കൂടെ സ്ഥലം ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ചെന്ന് അങ്ങോട്ട് ചോദിക്കണം എവിടെ ഇരിക്കണ്ടേന്നൊക്കെ. ക്യാരവനൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മുടെ കാറ്റഗറി പെട്ടവരൊന്നും അന്നൊന്നും ക്യാരവനിലൊന്നും കയറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു വീടാണെങ്കിൽ ആ വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, സ്കൂളാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ക്ലാസ് മുറിയിലിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഷൂട്ടിന് ചെന്നിട്ട് കോസ്റ്റ്യൂമിലെ ചേട്ടന്മാരിങ്ങനെ തുണി മറിച്ച് പിടിച്ചിട്ട് അതിനകത്ത് നിന്ന് ഡ്രസ്സ് മാറിയിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സൗകര്യം ഇല്ലാഞ്ഞിട്ടായിരിക്കാം. കാരവൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് അന്നും ഇന്നും ഈ കാരവൻ സംസ്കാരത്തിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. ഇപ്രാവശ്യം ഞാൻ ആരംഭത്തിൽ പോകുമ്പോൾ അവരെന്നെ കാരവൻ്റെ അടുത്തിറക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അതൊരു തിയേറ്ററിലാണ്, അപ്പോൾ അവിടെ സ്ഥലം ഉണ്ടാവില്ല ഇരിക്കാൻ, എനിക്ക് അത് മതി. കാരണം എന്താ പറയുക, നമ്മൾ ഒരു ക്ലോസ്ഡ് എൻവയോൺമെന്റ് ആണ് ഈ കാരവൻ എന്ന് പറയുമ്പോൾ. ഒരാളായിട്ട് ബന്ധമില്ല, നമ്മളൊന്ന് ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നിട്ട് എനിക്കത് ഇഷ്ടമല്ല, മനസ്സിലായില്ലേ? പക്ഷെ കാരവൻ എന്നോട് എതിർപ്പില്ല. ബിക്കോസ് നമ്മളിപ്പോൾ റോഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്, എവിടെ നമ്മൾ ഡ്രസ്സ് മാറും, ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് കാരവൻ വേണ്ട സ്ഥലങ്ങളിൽ അത് മസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലെ വീടുകളിൽ വന്നിരിക്കാനോ അല്ലെങ്കിൽ ആ പ്രൈവസി, പിന്നെ ആൾക്കാരെ അതുപോലെ അവര് ഇതാക്കും. അപ്പൊ അതുകൊണ്ട് വേണം. പക്ഷെ എനിക്ക് പേഴ്സണലി ആൾക്കാരെയൊക്കെ കണ്ട് ഷൂട്ടിംഗ് ഒക്കെ കണ്ട് നമ്മൾ ആ മനുഷ്യന്മാരോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇതാണ് എൻ്റെ താല്പര്യം. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന പോലെയൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട് ചില സ്ഥലത്ത്. പക്ഷെ നമുക്ക് സിനിമയോടുള്ളൊരു പാഷൻ ഉണ്ടല്ലോ, ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളതങ്ങ് മറക്കും. അത് സാരല്ല, പോട്ടെ, കുഴപ്പമില്ല, അങ്ങനെ വിചാരിച്ചിട്ട് ഞാനതൊക്കെ എന്താ പറയാ, അതൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വിചാരിക്കുന്നവർക്ക് മാത്രം അതിജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ഈഗോ ഉണ്ട്. അയ്യോ, ഞാൻ മറ്റേ പടത്തിൽ ഇങ്ങനെ നായകന്റെ അമ്മയായിട്ട് അഭിനയിച്ചല്ലേ, എന്നിട്ട് എന്താ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്ന, ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയോ നമ്മുടെ ഈഗോ വർക്കൗട്ട് ആവുകയോ ചെയ്താൽ വളരെ പ്രശ്നമാണ്. ആ ഒരു സിനിമയിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് തോന്നിയിട്ടുള്ള, നമുക്ക് സിനിമ എന്ന് പറയുന്ന ആ ഒരു ഭയങ്കര വലിയൊരു എൻറ്റിറ്റി ആണല്ലോ. നമ്മളതിനെ 100% ഇഷ്ടത്തോടുകൂടി സ്നേഹിക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും സിനിമ നമ്മൾ ഉപേക്ഷിച്ച് കളയില്ലായിരിക്കാം. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് കേട്ടോ, സത്യം പറഞ്ഞാൽ. ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സിനിമയിൽ സൗഹൃദമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. നീരജ് ചേച്ചി, ഞങ്ങൾ പുള്ളിക്കാരൻ സ്റ്റാറയിൽ ഒരുമിച്ച് വന്നവരാ. ഞാൻ എന്താ ചെയ്യാറ്, റിനി, സ്മിനു, ജോളി ചെറിയത്ത്, മാലാപാർവതി, എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല കൂട്ടാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കും. പിന്നെ ഞാനെപ്പോഴും എനിക്കൊരു കുറച്ച് നാൾ മുമ്പൊക്കെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അടുപ്പിച്ചടുപ്പിച്ച് സിനിമ കിട്ടിയിരുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് പറ്റില്ല, എൻ്റെ ഡേറ്റിന് തന്നെ വേറെ പടം വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആരെങ്കിലും, നീരജ് നമ്പർ കൊടുത്തിട്ടുണ്ട്, റിനിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അവരെ അപ്പോൾ ആരാ റിനി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വേഗം ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കും, ഇതാണ് റിനി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ റിനി ഞാനും തമ്മിൽ ഇപ്പോഴും ആ നല്ലൊരു സൗഹൃദമുണ്ട്. ഒരു പടം കണ്ടു കഴിഞ്ഞാൽ, റിനിയുടെ ഒരു പടം കണ്ടാൽ ഞാൻ റിനിയെ വിളിക്കും, എൻ്റെ ഒരു പടം കണ്ട ഉടനെ റിനി എന്നെ വിളിക്കും. നന്നായി. നീരജ് ചേച്ചിനെ അതെ ഞാൻ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന.
സ്മിനുവിന്റെ ചില വർക്കൊക്കെ ഉണ്ട്. സ്മിനുവിന്റെ പിന്നെ ഇതുപോലെ ചേച്ചി ഒരുപോലെ ഏകദേശം ആ ഉണ്ട് ഇരിക്കുന്നു. ഞങ്ങളത് എപ്പോഴും എന്നെ ചോദിക്കും, കെട്ടിയോണം എന്റെ മാലാഖയിൽ ചേച്ചി ഉണ്ടായിരുന്നല്ലേ എന്ന് എന്നോട് ചോദിക്കാറുണ്ട് എത്രയോ പേര്. അപ്പൊ ഞാൻ പറയാം അത് ഞാനല്ല, സ്മിനു ആണ്. അപ്പൊ ഞാനും സ്മിനു കാണുമ്പോൾ പറയും സ്മിനു എപ്പോഴും ആൾക്കാർക്ക് നമ്മളെ മാറിപ്പോകുന്നുണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു പടത്തിൽ ചേച്ചി അനിയത്തിയായിട്ടോ അമ്മ മോളുമായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം, ആരോടെങ്കിലും ഒക്കെ പറ കേട്ടോ. ഞങ്ങൾ പറയാറുണ്ട് പരസ്പരം. അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ ബിന്ദുവിന് ഞങ്ങൾ തമ്മിലൊരു ചായ ഉണ്ടെന്നുള്ളത്? അങ്ങനെ ഞാൻ എല്ലാവരുമായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും. പിന്നെ എനിക്ക് നല്ലത് കാണൂലേ നമ്മള് സിനിമയിൽ, ചിലപ്പോൾ ആക്ടേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ക്യാമറ വർക്ക് ആയിരിക്കാം. അങ്ങനെ ഞാൻ ഒരു ക്യാമറമാന്റെ നമ്പറൊക്കെ തപ്പി കണ്ടുപിടിച്ച് വിളിച്ചിട്ടുണ്ട്. ഫൈസൽ അലി എന്ന് പറഞ്ഞ ഓർഡിനറി എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിന്റെ ക്യാമറ ഗവിയുടെ ഗവി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് എന്നൊക്കെ അറിയണത്. എന്നിട്ട് ഈ ഫൈസൽ അലിയുടെ നമ്പർ തപ്പി കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓർഡിനറി കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചു. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ ജയരാജാറിന്റെ തന്നെ അസിസ്റ്റന്റ് ആയിരുന്നു കിരൺ നാരായണൻ. പുള്ളി തന്നെ അതൊരു ത്രൂ ഔട്ട് വേഷമാണ്, നല്ല സിനിമയായിരിക്കും. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ അമ്മയായിട്ടാണ്, റിലീസായിട്ടില്ല. അപ്പോൾ അതിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഫൈസൽ അലിയാണ് ക്യാമറമാൻ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഓർഡിനറി കണ്ടിട്ട് മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷം വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. അതിനുശേഷം ഞാൻ പിന്നെ ഇടയ്ക്ക് കളങ്കാവലില് ഫൈസലാണ്, കളങ്കാവലിന്റെ ക്യാമറ ഫൈസൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചില നല്ല നല്ല സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അതുപോലെ ആക്ടേഴ്സിനാണെങ്കിലും അത് ഞാൻ ഇങ്ങനെ നോക്കി വെക്കും. പ്രമോദ് വെള്ളിനാട് അങ്ങനത്തെ ഒരാളാ. പ്രമോദ് വെള്ളിനാടിന്റെ ആർക്കറിയാം എന്നുള്ള ഓർമ്മയുണ്ടോ? അത് കണ്ടിട്ട് ഞാൻ പ്രമോദിന്റെ നമ്പർ സംഘടിപ്പിച്ചു, ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഞാൻ ഷൈനി സാറെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. വളരെ അടുത്ത സൗഹൃദം, എന്നെ സാറാമ്മയെന്നാ വിളിക്കാം, അത്ര അടുത്ത സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആരംഭം എന്ന് പറഞ്ഞ സിനിമയില് ഒരു ചേച്ചി അഭിനയിക്കാൻ വന്നു. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തലവേദന എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് സൗമ്യ, നമ്മുടെ സർവമായിലെ തുളസിയായിട്ട് അഭിനയിച്ച അളിയൻസിലത്തെ ലില്ലി, സൗമ്യ എന്നാണ് പുള്ളിക്കാരുടെ പേര്, എൻ്റെ നല്ല സുഹൃത്താ. അപ്പൊ പുള്ളിക്കാരി അടുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇവര് തമ്മിൽ സംസാരിച്ചു വന്നപ്പോ ആരാ, പ്രമോദ് വെളിയനാടിന്റെ ആന്റിയാണ് ഈ ചേച്ചി, മനസ്സിലായോ? അപ്പൊ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഈ ആന്റിയെ നോക്കുമ്പോ എനിക്ക് പ്രമോദ് വെള്ളിനാടിനെ കാണുന്നുള്ളൂ, ഡിറ്റോ. പക്ഷെ ആദ്യം പുള്ളിക്കാരി സ്ത്രീയാണല്ലോ, അതുകൊണ്ടായിരിക്കും. പക്ഷെ ആ ലിപ്പും ഫേസും എല്ലാം ഡിറ്റോ പ്രമോദ് വെള്ളിനാട്. അപ്പൊ ഞാനത് പറയാൻ പറഞ്ഞു പുള്ളിക്കാരനോട്. ഞാൻ അപ്പൊ തന്നെ വിചാരിച്ച് മെസ്സേജ് അയക്കണം, വിട്ടുപോയി, ഇന്ന് അയക്കണം. അപ്പൊ അങ്ങനെ പ്രമോദിന്റെ ആന്റിയും ആക്ട്രസ് ആണ്. ബബ്ബ എന്ന് പറഞ്ഞ പടത്തിലൊക്കെ പുള്ളിക്കാരി അങ്ങനെ സൗഹൃദങ്ങളൊക്കെ അങ്ങനെ കീപ്പ് ഞാൻ കീപ്പ് ചെയ്യും. അതെപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, സൗഹൃദങ്ങൾ വിട്ടു പോവാതിരിക്കാൻ. എങ്ങനെയെങ്കിലും ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യും. ഒരു പടം കാണുമ്പോഴോ അല്ലെങ്കിലോ എപ്പോ ഇങ്ങനെ ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ അവരുടെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. ഇപ്പം എന്താ പറയാ, ഒരു പ്രാക്ടിക്കലി ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇപ്പൊ വീട്ടില്. അപ്പോ സമയം പോണ്ടേ, സിനിമകൾ കാണും, കൂട്ടുകാരായിട്ടുള്ള സൗഹൃദം, അങ്ങനെ വായനയുണ്ട്. വായന പണ്ട് ഭയങ്കരമായിട്ട് വായിക്കുമായിരുന്നു. നമ്മൾ ടി വിയുടെ സ്വാധീനമൊക്കെ അധികം വരുന്നതിന് മുമ്പ് വായനയായിരുന്നു ഏറ്റവും വലിയ പാഷൻ ചെറുപ്പത്തിൽ. സിനിമ പോലെ തന്നെ എല്ലാ വീടുകളിലും നടന്ന് പുസ്തകം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു ബാല്യം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞങ്ങളുടെ ആന്റിയുടെ വീട്ടിൽ ബാലരമ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അയൽ വീട്ടിലൊക്കെ പോയി പൂമ്പാറ്റ, അമ്പിളി അമ്മാവൻ, ബാലദീപിക, അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കുറെ കുഞ്ഞു പുസ്തകങ്ങളില്ലേ നമ്മുടെ മാസികകള്, അതുണ്ട്. അതിങ്ങനെ തെണ്ടി നടക്കും. പിന്നെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കും. അങ്ങനെ വായന ഭയങ്കര ക്രേസായിരുന്നു. അപ്പൊ കയ്യിലൊരു പുസ്തക ശേഖരം തന്നെയുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് വായിച്ചൊരു പുസ്തകമാണ് സന്തോഷത്തിന്റെ സമവാക്യങ്ങൾ. അശ്വതി ശ്രീകാന്ത് എഴുതിയതാണ്. അശ്വതിനെ അറിയില്ലേ? ഓ, ഞാൻ അങ്ങ് എന്താ പറയാ, കാളി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ കാളി ആദ്യം ഞാൻ വാങ്ങി, എന്നിട്ട് വായിച്ചു തുടങ്ങി. അനീതിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ സന്തോഷത്തിന്റെ സമവാക്യങ്ങൾ ഇരിക്കുന്നു. അപ്പൊ ഞാൻ അത് കയ്യിലെടുത്താ, പക്ഷെ അത് വായിച്ചു തീരാണ്ട് പിന്നെ എനിക്ക് വെക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ പോകുമ്പോൾ ഈ പുസ്തകം എടുത്തുകൊണ്ട് ഇവിടെ കുറച്ച് സമയം ഇടുമ്പോൾ 2 ദിവസം കൊണ്ട് ഞാനത് ഫുള്ള് വായിച്ചു തീർത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനത് ഒരെണ്ണം വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എനിക്കതൊരു ബൈബിൾ പോലെയാണ് തോന്നിയത് വായിച്ചപ്പോൾ. എന്നും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം. അത്ര മനോഹരമായിട്ട് പുള്ളിക്കാരത്തി ലൈഫ് കോച്ചാണ് അശ്വതി. പഠിച്ചിട്ടുണ്ട് ആ സബ്ജക്റ്റ്. അങ്ങനെ എന്തോ ഒരു അങ്ങനെ എന്തോ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. സൈക്കോളജിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയണേ മസ്റ്റ് റീഡ്. എല്ലാ സ്ത്രീകളും വായിച്ചിരിക്കണം. കയ്യിൽ പറ്റുവാണെങ്കിൽ ഒരു കോപ്പി കൊണ്ടു നടക്കണം എന്ന് ഞാൻ പറയാം. അത്ര മനോഹരമായ ഒരു പുസ്തകമാണ് അശ്വതി ശ്രീകാന്തിന്റെ.
അശ്വതി ചേച്ചിക്ക് എന്നിട്ട് ബന്ധപ്പെട്ടിരുന്നു? ഇല്ല, ഞാൻ അത് ചെയ്യണം. അശ്വതിയുടെ നമ്പർ സംഘടിപ്പിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കണം. ഓ സന്തോഷം, വളരെ നല്ല കാര്യം. ഞാൻ അശ്വതിനെ ഒരു ആങ്കർ ആയിട്ട് അല്ലെങ്കിൽ ചില സിനിമകളില്, സീരിയലില് അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അറിയില്ല ഇങ്ങനെ ഒരു വശം അശ്വതിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ പുസ്തകം വായിച്ചപ്പോഴാണ്. അപ്പൊ അനിയത്തി ഇതിനു മുമ്പേ കാളിയൊക്കെ അവളുടെ ഓൾറെഡി ഉണ്ട്. അവള് നല്ല ആണല്ലേ. ഞാൻ പക്ഷെ ഫ്രണ്ട് അല്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ വായിച്ചിട്ടില്ല അധികം. ഇപ്പൊ പക്ഷെ ഞാൻ അതിനുശേഷം ഫോളോ ചെയ്തു. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ നോക്കിയിട്ട് ഫോളോ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇംപ്രസ്ഡ് ആയി അശ്വതിയുടെ എഴുത്തിൽ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് എൻ്റെ ഏറ്റവും ലാസ്റ്റ് വായിച്ച പുസ്തകം ചോദിച്ചാൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. സന്തോഷത്തിന്റെ സമവാക്യങ്ങൾ. ഇപ്പൊ ഒരുപാട് നീണ്ട സമയമായി നമ്മൾ സംസാരിക്കുന്നത്. സമയം പോയത് അറിഞ്ഞില്ല. ചേച്ചി അധികം സംസാരിക്കത്തില്ല ഞാൻ വിചാരിച്ചത്. സംസാരിച്ചു തുടങ്ങിയപ്പോ അല്ല, ഒരുപാട് സംസാരിച്ചു. സന്തോഷം. ചേച്ചിയുടെ സംവിധാനത്തിൽ ഒരു സിനിമ വരണം തന്നെയാണ് പേഴ്സണലി ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് നടക്കട്ടെ, സംഭവിക്കട്ടെ. അല്ലാതെ തന്നെ ചേച്ചിയുടെ ജീവിതത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, എല്ലാ ജീവിതത്തിലും ഒരുപാട് സന്തോഷങ്ങൾ, എപ്പോഴും സമാധാനപരമായിട്ട് ഇരിക്കാൻ ചേച്ചിക്ക്. സന്തോഷം ഇല്ലെങ്കിലും സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുക എന്നുള്ളൊരു കാര്യമുണ്ട്. വലിയ കാര്യം അത്. അങ്ങനെ കഴിയട്ടെ ചേച്ചിക്ക്. താങ്ക് യു സോ മച്ച് ബിന്ദു. തിരിച്ചങ്ങോട്ട് ഇത് തന്നെ വിഷ് ചെയ്യുന്നു കേട്ടോ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ പീസ്ഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു.